സമയം തക്കത്തിൽ ഉപയോഗിച്ചും കൊണ്ട് ആമേൻ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എനിക്ക് പരഗതിയാരുള്ളവതിനൊന്നി ത്യജിച്ചു സുരപൂട അതിജനാൽ. എനിക്കു പരഗതിയാരുള്ളവതിനൊന്നി ത്യജിച്ചു സുരപൂട അതിജനാൽ. എനിക്കു പരഗതിയാരുള്ളവതിനൊന്നി ത്യജിച്ചു സുരപൂട അതിജനാൽ. എനിക്കു പരഗതിയാരുള്ളവതി നീ ത്യജിച്ചു സുരപൂട അതിജന. എനിക്കു പരഗതിയാരുള്ളവതിലും ത്യജിച്ചു സുരപൂട അതിജന. എനിക്കു പരഗതിയാരുള്ളവതി നീ ത്യജിച്ചു സുരപൂട അതിജന. എനിക്കു പരഗതിയാരുള്ളവതിനൊന്നി ത്യജിച്ചു സുരപൂട അതിജന. ദരിദ്രനാകാൻ ധന സമൃദ്ധി ലഭിക്കോ, ദരിദ്ര നിലയിലായി ഭവിച്ചു നീ. ദരിദ്രനാകാൻ ധന സമൃദ്ധി ലഭിക്കോ, ദരിദ്ര നിലയിലായി ഭവിച്ചു നീ. സ്നേഹപൂരിത ജീവനാദ, സ്നേഹപൂരിത ജീവനാദ. സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹപൂരിത ജീവനാദ. എനിക്കു പരഗതിയാരുള്ളവതിനൊന്നി ത്യജിച്ചു സുരപൂട അതിജന. എനിക്കു പരഗതിയാരുള്ളവതിനൊന്നി ത്യജിച്ചു സുരപൂട അതിജന. ദരിദ്രനാകാൻ ധന സമൃദ്ധി ലഭിക്കൂ, ദരിദ്ര നിലയിലായി മരിച്ചു നീ. ദരിദ്രനാകാൻ ധന സമൃദ്ധി ലഭിക്കൂ, ദരിദ്ര നിലയിലായി ഭവിച്ചു നീ. സ്നേഹപൂരിത ജീവനാദ, സ്നേഹപൂരിത ജീവനാദ. സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹമായൊന്നിനാൽ മോഹിതൻ ഞാനിതാ. സ്നേഹപൂരിത ജീവനാദ, സ്നേഹപൂരിത ജീവനാദ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പി സി ചെറിയാൻ അവർകൾ കുടുംബം, മറ്റ് ദൈവവൃദ്ധന്മാർ, വാത്സല്യ പിതാവ് കർത്തൃദാസൻ, ആമേൻ, ആദരണീയരായ ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ ഏവർക്കും, ഓൺലൈനിൽ ഇപ്പോൾ ആയിരിക്കുന്നവർക്ക്, ഇതിന് ശേഷമായിട്ട് ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പകല് ദൈവത്തിൻ്റെ വചനം ശാന്തമായിട്ട് അല്പസമയങ്ങൾ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് ഈ സന്ധ്യയിലും കൂടുവാൻ ദൈവം കൃപ നൽകി. പൊതുവിലിവിടെ പ്രസ്താവിച്ചതുപോലെ വരുന്ന ദിവസങ്ങളിലും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അവിടുത്തെ ദാസന്മാരെ ഇവിടെ അയച്ച് ആവശ്യമാകുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു.
വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവെടുത്താണ്. ദൈവത്തിൻ്റെ മഹത്വം. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ കൊലോസ്യ ലേഖനത്തെപ്പറ്റി പകല് ഒന്ന് സൂചിപ്പിച്ചു. കർത്താവിൻ്റെ മഹത്വം. ലേഖനങ്ങളുടെ രാജാവാണ് കൊലോസ്യ ലേഖനം. 1-ാം അധ്യായത്തിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. 2-ാം അധ്യായത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിരുത് ആരും തെറ്റിക്കരുത്. 3-ാം അധ്യായത്തിൽ പറയുകയാണ്, അങ്ങനെ വിരുത് തെറ്റാതെ സൂക്ഷിക്കുന്ന നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചും ധ്യാനിച്ചു വരുന്നോണം. 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അപ്പോൾ ആരൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം? 3-18 ഭാര്യമാർ, 19 ഭർത്താക്കന്മാർ, 20 പിതാക്കന്മാർ, 21 മക്കൾ, പിന്നെ 22 ദാസന്മാർ, 4-1 യജമാനന്മാർ. 6 ഗ്രൂപ്പുകാരെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുകയാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും സമയം ലഭിച്ചെന്ന് വരികയില്ല, എപ്പോഴും അവസരം ലഭിച്ചെന്നും വരികയില്ല. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ അതിന് ദൈവം ഈ ദിവസങ്ങളിൽ ഏവർക്കും കൃപ നൽകട്ടെ. സമയം തക്കത്തിൽ ഉപയോഗിച്ച 1-2 കാര്യങ്ങളാണ് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. അത് പ്രാരംഭ പകല് ചില കാര്യം ചിന്തിച്ചല്ലോ. സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒരു തെളിവാണ് ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. 32:26 വായിക്കാൻ. പുറപ്പാട്. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പം തന്നെ അതിൻ്റെ ആശയമുണ്ട്. ആ സഭയ്ക്കകത്ത് പക്ഷം പലതുണ്ട്, പല പക്ഷം ഉണ്ട്. ഒരുത്തൻ 5 പക്ഷം, ഒരുത്തൻ 5 പക്ഷം വന്ന് പഴയ നാട്ടിലൊരു ചൊല്ലുണ്ട്. കുരുതിയാലേഖനത്തിൽ വരുമ്പോൾ പല പക്ഷമുണ്ട്. നിങ്ങൾ പക്ഷം പിടിക്കുന്നു. അപ്പല്ലോസിൻ്റെ പക്ഷം, പിന്നെ കേബാവിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം, നിഷ്പക്ഷം, ഇങ്ങനെ ഒത്തിരി പക്ഷമാണ്. അപ്പം ഇത് പാടില്ല. ചില സഭകളിൽ നിങ്ങൾ ചെന്ന് പക്ഷം പിടിക്കുന്ന ആൾക്കാരുണ്ട്. സെക്രട്ടറി 3-4 പേരും കൂടെ ഒരു പക്ഷം, ട്രഷാറിന് 2-3 പേരും കൂടെ ഒരു പക്ഷം. ആമേൻ. ഇവരെ എങ്ങും കൂട്ടാത്ത വേറൊരു പക്ഷം, ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ദൈവത്തിന് മഹത്വം. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പലയിടങ്ങളിലുണ്ട്. ഇവിടെ മോശെ പറയുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരണം എന്ന് പറഞ്ഞാൽ ഞാൻ യഹോവയുടെ പക്ഷത്താ, മറ്റൊരു പക്ഷത്തും അല്ല. ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ ഇല്ല, ഒരു ഗ്രൂപ്പിലുമില്ല. ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. ആരെങ്കിലും യഹോവയുടെ പക്ഷത്തുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുക്ക വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ദൈവപക്ഷത്ത് നിൽക്കണം. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ എൻ്റെ അടുക്ക വരാൻ പറഞ്ഞപ്പോൾ എന്നാറേ ലേവരെല്ലാവരും കൂടെ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ലേവര് വന്നു. കാരണം ഈ അപ്പൻ പണ്ട് ലേവിയെയും ശിമയോനെയും ശപിച്ചതാണ്. ശപിക്കാൻ കാരണമുണ്ട്. പെങ്ങള് നാട് കാണാനൊരു പോക്ക് പോയി. ആരാ മക്കളെ? ദീനാമ്മ പോയതിനെ പറ്റിയൊക്കെ ഉൽപ്പത്തിയിൽ വിസ്തരിച്ചിട്ടില്ല. കുറച്ച് വാക്യങ്ങളെ ഉള്ളെങ്കിലും അത് വല്ലാത്തൊരു പോക്കാണ് പോയത്. അങ്ങനെ ധാരാളം ദീനാമ്മമാർ ഇപ്പോൾ പോകുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. ദീന നാട് കാണാൻ പോയി, അവിടെ ഒരു നാട്യം കാണാൻ പോയി. ആ ദേശത്ത് ശേഖേമിലെ ദൈവത്തിൻ്റെ മഹത്വം. ഈ ഓരോ വർഷം കൂടുമ്പോഴും വർഷാഘോഷത്തിൽ സ്ത്രീകൾ ഉടുത്തൊരുങ്ങി ആടയാഭരണങ്ങൾ ധരിച്ച് ലോകക്കാരുടെ കാര്യമാണ്, മറ്റ് ചിത്രപ്പണികളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഒരു നൃത്തവും ഒരു നടനവും ഒരു കൂത്തും ഒരു പാട്ടും ഒരു മേളവും ഉണ്ട്. അത് കാണാനാ ദീനാമ്മ പോയത്. നമ്മുടെ ചില പിള്ളേർ അങ്ങനെയൊക്കെ പോകാറുണ്ട്. ഇവർ കളിക്കത്തില്ലെങ്കിലും കളി കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഓണാഘോഷ പരിപാടിക്ക് പോയവർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചില സാഹചര്യത്തിൽ ചിലർ പോകുന്നുണ്ട്. അയൽക്കൂട്ടത്തിൻ്റെ സഹോദരിമാർ പറഞ്ഞു, അമ്മാമ്മയും മരണം തിരുവാതിരയുണ്ട്. എനിക്ക് തിരുവാതിര അറിയാൻ മേല. ഇല്ലെങ്കിലും അമ്മാമ്മ അത്തറ്റ വന്ന് വരണം. പോയ കക്ഷികളെ എനിക്കറിയാം. ഇവിടെ അല്ല, ഉണ്ട്. സഹോദരന്മാരിലും അങ്ങനെ ചിലർ പല പല പ്രോഗ്രാമിന് പോകുന്നവരുണ്ട്. അപ്പോൾ ഈ ദീന ആ രീതിയിലാണ് ഒന്ന് പോയത്, ഉടുത്തൊരുങ്ങി. ഞാനെപ്പോഴും പ്രസംഗിക്കും പറയും, എങ്ങനെ ഉടുത്തൊരുങ്ങി പോയെന്നൊന്ന് ഉൽപ്പത്തിയിലില്ലെങ്കിലും ഈ
3:16 കിടപ്പുണ്ട് യെശയ്യാവ്. ആ പരുവത്തിനായിരിക്കും പോകാൻ സാധ്യത. നമുക്കറിയാമല്ലോ, ഓടിച്ച് വായിച്ചോ 3:16 മുതൽ ഏത് പരുവത്തിനാണ് പോയെന്ന്. നിങ്ങൾക്ക് അറിവുള്ള കാര്യമെങ്കിലും ഒന്ന് വായിച്ചോ, ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ച് തരുന്നതേ ഉള്ളൂ. യഹോവ പിന്നെയും അരുളി ചെയ്തത് എന്തെന്നാൽ, സിയോൻ പുത്രി, അപ്പോൾ ഒറിജിനൽ സിയോൻ പുത്രി ദീനായ യാക്കോബിന് ലേയായി കൂടി ജനിച്ചതാ, ഒരു മാലിന്യവും ഇല്ല. അപ്പോൾ ഒറിജിനൽ സിയോൻ പുത്രി ദീനായ, മറ്റേതൊക്കെ പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ അല്പം പരുവക്കേടുണ്ട്, ഇത് കറക്റ്റാണ്. അപ്പോൾ സിയോൻ പുത്രിമാർ നിഗളിച്ച് കരുത്ത് നീട്ടി എന്ന് പറഞ്ഞാൽ പള്ളി പിടിച്ച് നീട്ടിയെന്നല്ല. ഈ അറിയാം, ഞാൻ വിവരിക്കണ്ടല്ലോ. കഴുത്ത് നീട്ടിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ? ഇല്ല, അറിയാം, നിങ്ങൾക്കറിയാം. പറ, കഴുത്ത് നീട്ടി. ഓപ്പണായിട്ട് പറയാൻ ചിലക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാനാണെന്നല്ലോ പ്രസംഗം എന്തിനാണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ ക്രമീകരിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കണം. പ്രസംഗം എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കി നിങ്ങളെല്ലാം തള്ളി താഴെ ഇട്ട് ഓടി വായോ എന്ന് കൂവുന്നതല്ല. അങ്ങനെ കൂവിക്കോട്ടെ, ഞാൻ എതിരല്ല. പ്രസംഗം ഈ പറയുന്ന കാര്യം മനസ്സിലാക്കണം, അത് ഗ്രഹിക്കണം. എന്നിട്ട് ആ പറയുന്ന കാര്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതാണെങ്കിൽ ഈ പ്രസംഗത്തിലോട് ബന്ധപ്പെട്ടത് ക്രമീകരിക്കണം. ഉപേക്ഷിക്കണം, ഏറ്റെടുക്കണം, ഗുണീകരണം, ശുദ്ധീകരണം, ക്രമീകരണം, ഇതൊക്കെയായി പ്രസംഗം. പ്രസംഗിക്കാൻ അങ്ങനെ കേൾക്കുന്നത്, അങ്ങനെ വിശ്വസിച്ചാലേ ഇത് കാര്യങ്ങൾ ക്രമീകരിക്കൂ. അപ്പോൾ കഴുത്ത് നീട്ടുക എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് അങ്ങ് പറയാൻ പിണങ്ങിയാലും കുഴപ്പമില്ല. ബ്ലൗസ് ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും അതിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അതാണെങ്കിലും എന്തുവാണെങ്കിലും അത് കണ്ടമാനം ഇങ്ങോട്ട് ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. വേണേ സാരി കൊണ്ടൊന്ന് മറച്ച് വെച്ചോ, ചുരിദാറിൻ്റെ ഷാൾ കൊണ്ട്. ഞാൻ 1 സെക്കൻഡ് തരിക, ആയിക്കോട്ടെ. കണ്ടമാനം ഇത് ഇങ്ങോട്ട് ഒത്തിരി ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. പെന്തിക്കോസുകാരുടെ കല്യാണമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട PC ചെറിയാൻ അവർകളൊക്കെ ധാരാളം കല്യാണം നടത്തുന്നതാണ്. എന്നാ ചെയ്യാനാ സമയത്ത് ഒന്നും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. അമ്മയും മോളും ഉടുത്തുരുങ്ങി വരുന്ന കണ്ടാൽ അയ്യോ, ലോകക്കാരിങ്ങനെ നടക്കുന്നത്. അവർക്ക് കുറച്ചുകൂടെ മര്യാദയുണ്ട്. മര്യാദ കെട്ട ഇനമായി പെന്തിക്കോസുകാരി ചിലർ, എല്ലാവരുടെയും കാര്യമല്ല, യോഗ്യമായിട്ടും മാന്യമായിട്ടുമൊക്കെ വരുന്നവരുണ്ട്. സ്തോത്രം. നിങ്ങൾ ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം ഉടുത്തൊരുക്കിക്കൊണ്ട് വന്ന് കണ്ടില്ലേ, ഇവിടെ ഒന്നും ഇല്ല, തുറന്ന പുസ്തകം എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ല. എന്നാൽ ഇത് തെറ്റാന്ന് ആരും ഒട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനി ലോക്കലിലെ പാസ്റ്റർ പറയാ നമുക്കിങ്ങനെ ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത സഭയെ കൊണ്ട് കല്യാണം നടത്തുമെന്ന്. ഇവിടെ 30 കൊല്ലം വരുന്ന പുള്ളി അടുത്ത സഭയെ കൊണ്ട് കല്യാണം നടത്തുക എന്ന് എന്തുവാ അതിൻ്റെ ഇത്? പറ. പാസ്റ്റർക്ക് നടത്താൻ മേലെ പാസ് നടത്തണ്ട, വേറെ നടത്താൻ പാസ്റ്റർമാർ റെഡി ആയിട്ട് 1 അല്ല 9 കല്യാണം നടത്താനും പറഞ്ഞ് നിൽക്കുക വേദവത്വമായിട്ട്. കാശൂടുണ്ട്, പിന്നെ പറയാൻ വേണ്ട. കാശുണ്ടെങ്കിൽ ആരും വന്ന് നടത്തി തരും. അപ്പം അതുകൊണ്ട് ഇത് ശാസിക്കാനോ പറയാനോ ക്രമീകരിക്കാനോ ആളുമില്ല. അതുകൊണ്ട് ഇത് വഴി വിട്ട് കുത്തടിഞ്ഞ് കിടക്കുക. ഇടയ്ക്ക് ഞാൻ കയറി ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, പിണങ്ങാനൊന്നും പറഞ്ഞതല്ല. തന്നെയല്ലേ പെൺപിള്ളാരെ ഒരുക്കിക്കൊണ്ടിരുമ്പോൾ തലയെ തുണി പോലും വിടുകയല്ലോ. നീ ഏതെങ്കിലും ഒരു ഉപദേശി പറഞ്ഞാൽ ഇയാൾ എന്തിനാ ഇതൊക്കെ നോക്കിയിരിക്കുന്നെന്ന് ചോദിക്കും ആൾക്കാർ. പ്രശ്നമാണ്. ഞാൻ ചില വിവാഹ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുമ്പോൾ കൂടെ ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവമക്കളായവർ തലയിൽ ഈ മൂടുപടമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടുന്നത്? ആദ്യം നമുക്കൊന്നേ തുടങ്ങാം, അല്ല ഇപ്പം രക്ഷയില്ല. എങ്ങനെ? അതിനും കൂടെ ഇതുകൊണ്ട് നടക്കും. നാളെ ഒരു ചെന്തിനായി ഷാളിടുന്നെന്ന്. ഇതുപോലത്തെ ഗുണം പിടിക്കാത്തതൊക്കെ ചിലതെടുത്ത് കാണും, അവരെ കാണിക്കാനും കൂടെ ഇങ്ങനെ ഇടണം. മുടി കാണരുത്. കണ്ടോ? അപ്പോൾ ഒരാൾ ചോദിച്ചു ഇതെന്തിനാ? ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ആയി കൊണ്ട് നടക്കുന്നത്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കാണിച്ചു കൊടുക്കുക. അതെ, ഇതിനാ മൂടുപടം. അപ്പോൾ ഈ കഴുത്ത് നീട്ടുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടമാനം മുമ്പോട്ടും പുറകോട്ടുമൊക്കെ ഇറങ്ങിയാൽ കഴുത്ത് നീണ്ടതുപോലെ തോന്നും. ദീനാമ്മ അങ്ങനെയാ പോയത്. ഒരു ദൈവ പൈതൽ യോഗ്യമായിട്ട് നടക്കണം, ലജ്ജാശീലത്തോടും. പറ ആ വാക്യമൊന്നും ലജ്ജാശീലത്തോടും അങ്ങനെ. അപ്പം ഇത്
കരുത്ത് കണ്ടമാനം അങ്ങ് നീട്ടി. ഞാൻ മുഖമെല്ലാം വല്ലാതാകുന്നില്ല, എന്നാ വേണ്ട, വായിച്ചങ്ങ് വിടാം. വായി കരുത്ത് നീട്ടി എറുകണ്ണിട്ട് നേരെ നോക്കി സംസാരിക്കത്തില്ലല്ലോ ചിലര്. നിങ്ങൾ ചിലർ ശ്രദ്ധിച്ചേ. എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അവർ നമ്മളെ അടിമുടി വലിയ സൂത്രക്കാരാണ് അവർ. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ. നമ്മൾ നോക്കുമ്പോൾ നേർക്ക് നേരെ നോക്കി കണ്ണെ നോക്കി കാര്യം പറയുകയല്ല. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ട് നോക്കുമ്പോൾ ഉടനെ അവർ മൊത്തം അവർ സൂത്രക്കാരാണ്. നേരെ പറയണ്ടേ കാര്യം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവര് അവനെ നോക്കിയപ്പോൾ അവൻ വേറെ കണ്ടോട്ട് നോക്കിയിരിക്കുക. അതാ അവനോട് പറഞ്ഞ് ഞങ്ങളെ നോക്കാം. അല്ല, ഞങ്ങളെ നോക്കാൻ പറയാനും പ്രാഗൽഭ്യമുണ്ടല്ലോ. ഇപ്പം ഞാനും നിങ്ങളും പറഞ്ഞ് ഞങ്ങളെ ഒന്നും നോക്കണ്ട, നേരെ മേളിലോട്ട് നോക്കിയാൽ സീലിംഗ് അല്ല, അല്ല വേറെ എന്നാ കാണാനാ? നമ്മളെ കാണുകയല്ലേ? നമ്മളെ കാണണം. സ്തോത്രം. ഞാനെപ്പോഴും പറയും, സഭയിലും പറയും, അപ്പൻ മകനോട് പറയാം, എടാ നീ എന്നെ നോക്കി പഠിക്കെന്ന് പറയണം. വേണ്ടേ? നമ്മൾ പറയുന്ന അതൊന്നുമല്ല, നീ ബില്ലിഗ്രാമിനെ നോക്കിക്കോടാ. എന്ത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ? നീ ബില്ലിഗ്രാമിനെ, നീ ഗാന്ധിജിയെ പുസ്തകം പഠിച്ചോണ്ട, ഇന്ത്യയെ കണ്ടെത്തൽ. ഗാന്ധിജിയെ നോക്കണ്ട, നെഹ്റുവിനെ നോക്കണ്ട, ബില്ലിഗ്രാമിനെ നോക്കാനല്ല പറയേണ്ടത്. അപ്പൻ മകനോട് പറയാൻ, എടാ നീ എന്നെ കണ്ട് പഠിക്കാൻ പറയണം. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം, ഞാൻ വീട്ടിൽ പെരുമാറുന്നത്, എൻ്റെ സംസാരം, എൻ്റെ ശൈലി, എൻ്റെ ആരാധന, എൻ്റെ യോഗത്തിനുള്ള ഇരിപ്പ്, പോക്ക്, വരവ്, ശുശ്രൂഷ, നീ എന്നെ കണ്ട് പഠിക്കാൻ അപ്പൻ മകനോട് പറയണം. എന്നാ വാ തുറന്ന് എന്തേലും ഒന്ന് പറ. നമുക്ക് 8:30 പിരിയാ, വിഷമിപ്പിക്കുമൊന്നുമില്ല. നമ്മൾ പറയുന്ന ഇതൊന്നുമല്ല. അമ്മമാര് പെൺപിള്ളാരോട് പറയണം, മോളെ നീ എന്നെ കണ്ട് പഠിക്കാൻ പറയണം. എന്നാ പറയുവോ? സ്തംഭിച്ചിരിക്കുകയാണെന്നോ, ശ്വാസം വിലങ്ങിയതാണെന്നോ, അതോ ആ പുറകിരിക്കുന്ന സഹോദരിമാർ മുന്നോട്ട് വരാമോ? നിങ്ങളെന്തിനാ അവിടെ പമ്മിയിരിക്കുന്നു? ഇഞ്ഞു വാ, അമ്മയ്ക്ക് നടക്കാവോ? അമ്മേ മുന്നോട്ട് വാ. നിങ്ങൾ രണ്ടും അവിടെ കുനിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് വരാൻ പറ, എഴുന്നേറ്റ് വരാൻ പറ. അപ്പം ശ്രദ്ധിച്ചേ, അമ്മമാര് നിങ്ങൾ പുറകോട്ടനെ എന്തിനാ നോക്കുന്നത്? അവരിഞ്ഞു വന്നോളും. എന്തോരും. അപ്പം അമ്മമാര് പെൺപിള്ളേരോട് പറയണം, മോളെ നീ എന്നെ കണ്ട് പറയണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അത് ജീവിതത്തിൽ പകർത്തണം. മറുഭാഷ പറഞ്ഞത് കൊണ്ടോ മേപ്പോട്ടും കീപ്പോട്ടും ചാടിക്കൊണ്ടോ പ്രവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വചനം കേൾക്കുമ്പോൾ ഇളകിയത് കൊണ്ട് അത് നല്ലതാ, എതിരല്ല ഞാൻ, അതൊന്നും അല്ല വിഷയം. അമ്മ മോളോട് പറയണം, എടി നിന്റെ അപ്പനോട് ഞാൻ പെരുമാറുന്നത് എങ്ങനെയാണ് കണ്ടു പഠിക്കേ. നിന്റെ അപ്പൻ്റെ ചേട്ടനോടും അനിയനോടും മിക്കവാറും അവരുമായിട്ട് മിണ്ടുകയല്ലോ. അമ്മച്ചിയോട് ഞാൻ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടി. അമ്മായിയമ്മയോടെ അത് പ്രാഗൽഭ്യം വേണം, പറഞ്ഞു കൊടുക്കണം. അമ്മായിയമ്മയായിട്ട് മിണ്ടിയിട്ട് എത്ര കൊല്ലമായി, വീട്ടിൽ കയറിയിട്ട് എത്ര നാളായി. ഇപ്പം നിങ്ങൾ പറയാം ഭാഷ ചത്തുപോയി, അത് ഭാഗ്യമായി. അമ്മ മോളോട് പറയണം, നീ എന്നെ കണ്ട് പഠിക്കാൻ. ഞാൻ വീട്ടിൽ പെരുമാറുന്നത് അപ്പനോട്, ഭർത്താവിനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, അയലത്തുകാരോട്, സമൂഹത്തോട്, സഭയിൽ ഒക്കെ ഞാൻ ഇടപെടുന്നത് എൻ്റെ സംസാരം, ശൈലി, ആരാധന രീതി, വസ്ത്രധാരണം, നോട്ടം, ഇടപാട്, കൊടുക്കവാങ്ങൽ, സഹകരണം, ഇതൊക്കെ നീ എന്നെ കണ്ട് പഠിക്കാൻ അമ്മ മകളോട് പറയാൻ പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണമെന്ന്. നമ്മളതല്ല പറഞ്ഞത്, നീ അന്നമാമനെ കണ്ടു പഠിക്കാൻ. അവരെ കല്യാണം കഴിച്ചതുപോലും അല്ല. ജോയ്സ് മേയറെ പിന്നെ അമ്മ മോളോട് പറയണേ എന്നെ കണ്ട് പഠിക്കാൻ. അപ്പൻ മകനോട് പറയണേ, എടാ നീ എന്നെ കണ്ട് അത് വേണം. ആട്ടെ, നിങ്ങൾ ചിലർ നല്ലതുപോലെ വിഷമിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. എന്തിനാ ഒരു ദുഃഖത്തിന്മേൽ ദുഃഖം ഉണ്ടാക്കുന്നത്?
അതുകൊണ്ട് ആ ഭാഗമൊന്നും പറയുന്നില്ല, നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ എറുകണ്ണിട്ട് നേരെ നോക്കുന്നില്ല, എറുകണ്ണിട്ട് പിന്നെ തത്തി തത്തി നടപ്പുമൊക്കെ ശ്രദ്ധിച്ചോണേ, നടപ്പൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ വിവരിക്കുന്നില്ല. തത്തി തത്തി നടക്കയും പിന്നെ നെറുകയ്ക്ക് ചൊറു പിടിപ്പിക്കും, ഗുഹ്യപ്രദേശങ്ങളെയൊക്കെ നഗ്നമാക്കുന്നു. അടുത്ത വാക്യം വായിക്കാം. കാൽ ചിലമ്പുകളുടെ അലങ്കാരം, നെറ്റിപ്പട്ടം, ചന്ദ്രകല, പട്ടകച്ച, പരിമളപ്പെട്ട്, തകിടുകൂട്ട്, മോതിരം, മുക്കുത്തി, ഉത്സവവ്രതം, മേലാട, ശാൽവ, ശോമപടം, ദർഭപടം, കണ്ണപടം, മൂടുപടം എന്ന് കല്ലാം എന്ന് വേണ്ട. താഴോട്ട് പഠിക്കുമ്പോൾ ഈ വിധ അലങ്കാരങ്ങളും വെച്ചുകെട്ടുമൊക്കെ ആയിട്ടായി നടക്കുന്നത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലിലും ദൈവം നമുക്ക് ആവശ്യത്തിന് സൗന്ദര്യം തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. അതെ, എല്ലാവർക്കും ദൈവം നമുക്ക് തരേണ്ട സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ട്. പിന്നെ യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചും ലജ്ജാശീലത്തോട് സുബോധത്തോടും തങ്ങളെ ക്രമീകരിച്ചും ദൈവം തരുന്ന സൗന്ദര്യത്തിൻ്റെ കൂടെ ഒന്നും അധികം വെച്ച് കെട്ടൊന്നും വേണ്ട. സ്തോത്രം, സ്തോത്രം. ആവശ്യമില്ലാത്ത ഒന്നും ദൈവമക്കൾക്ക് പാടില്ല. ദൈവത്തിന് മഹത്വം. അതായത് ദൈവമക്കൾക്ക് യോഗ്യത. ഞാൻ ആ ഭാഗം വിടുക, വ്യാഖ്യാനിക്കുന്നില്ല. കണ്ണുമൊക്കെ എഴുതി മുടിയൊക്കെ ചീകി വന്ന തള്ളയ്ക്ക് പറ്റിയ ഗതി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഭാഗത്തേക്ക് പോവുകയും വേണ്ട. ദൈവത്തിന് മഹത്വം. അപ്പം ഇങ്ങനെ ദീന നാട് കാണാൻ നടനത്തിന് ഇറങ്ങി. ഇവള് കാണാൻ ഇറങ്ങിയെങ്കിലും വേറെ പഠിതാക്കൾ പറഞ്ഞു ഇവളും അവരുടെ കൂടെ ഡാൻസിന് കൂടിയെന്ന. അപ്പം ഇവിടെ ചെലമ്പിൻ്റെ ഒച്ചയും ഇവിടെ ആ തത്തിയുള്ള നടപ്പും ചുവടും രീതിയൊക്കെ കണ്ടപ്പം ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ശേഖം, അവന് അവളോട് താല്പര്യം തോന്നി. എന്തിനേറെ വീട്ടിൽ കൊണ്ടുപോയി ധാരണ വന്നു. ഒടുവിൽ ശേഖരപൗരന്മാരുമായിട്ട് യാക്കോബ് ഒരുടമ്പടി എടുത്തു. സ്തോത്രം. അവളെ വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അപ്പനും ശേഖേമ്യരുമായിട്ടുള്ള ഉടമ്പടി ഈ രണ്ട് മക്കൾ അംഗീകരിച്ചില്ല, ശിമയോനും ലേവിയും. അവരപ്പൻ്റെ അനുമതിയില്ലാതെ, അപ്പനോട് ചോദിക്കാതെ, അപ്പനെ അനുവദിക്കാതെ, സഹോദരങ്ങളോട് ആലോചിക്കാതെ വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖേമ്പൗരന്മാരെ വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ യാക്കോബിന് വലിയ മനോഭാരവും ദുഃഖവും ഉണ്ടായി. യാക്കോബ് പറയുന്നൊരു പദമുണ്ട്, ഈ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചെന്ന്. ആ 34ന്റെ 30 അല്ലേ, 34-30 ആ താഴെ. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും ഇടയിൽ, ജാതികളുടെ ഇടയിൽ ആമൻ സ്തോത്രം, പിതാവിനെ ഇവര് നാറ്റിച്ചു, വിഷമത്തിലാക്കി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളായിട്ട് നാറ്റിക്കരുത്. സ്തോത്രം. നമ്മൾ മുഖാന്തരം ദൈവനാമത്തിന് നാറ്റം ഉണ്ടാക്കരുത്. ഇതിവരെ അപ്പനെ നാറ്റിച്ചു, ശിമയോനും ലേവിയും നാറ്റിച്ചു വിഷമത്തിലാക്കി. ദൈവനാമത്തെ ഇവരെ ദുഷിപ്പിച്ചു. അത് പാടില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഇവർ ക്രമീകരണവും വരുത്തിയില്ല. ഒടുവിൽ അപ്പൻ മരിക്കാൻ നേരത്ത് ഈ രണ്ടുപേരെയും നാടൻ ഭാഷ പറഞ്ഞാൽ ശപിച്ചു. 49ന്റെ 1 മുതൽ തലമുറകളെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ഭാവി പ്രവചനം പറയുകയാണ്. രൂപേനെ ആദ്യം വിളിച്ച്, രൂപേനെ നീ എൻ്റെ ആദിയാതന ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും ശക്തിയുടെ ആദ്യബലമൊക്കെ, പക്ഷേ വെള്ളം പോലെ തുളുമ്പുന്നവരെ നീ ശ്രേഷ്ഠനാകത്തില്ല. 5ാമത്തെ വാക്യത്തിൽ പറയുക, ശിമയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഇവരെ ഞാൻ പകരം ഓർപ്പിച്ചല്ലോ, രണ്ടുപേരും ഒരു ഗ്രൂപ്പാണ്. ഇവർ രണ്ടും ഒരു ഗ്രൂപ്പാണ്. ഇവരായി കുരുക്കും കൊന്ത്രാപ്പുകളിയെല്ലാം ഒപ്പിക്കുന്നത്. ശിമയോനും ലേവിയും മറ്റുള്ളവരുമായിട്ട് അടുക്കത്തില്ല. അങ്ങനെയുള്ള ചില ആൾക്കാർ ചില സഭകളിലുണ്ട്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് എല്ലാവരോടും മിണ്ടുകയല്ല. ഇവർ രണ്ടുപേരും അവർ രണ്ടുപേരും അടുത്തറിഞ്ഞ് ഈ സഭയിലുള്ള എല്ലാവർക്കും കൈ കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഒരു സഭയിലാണ് കൂടുന്നത്, സഹോദരന്മാർ തമ്മിൽ കൈ കൊടുക്കാത്തവരുണ്ട്. ഇപ്പം പിന്നെ ആൾ കൂടുതലുള്ളിടത്തും സമയമില്ലാത്തതുകൊണ്ട് നമ്മളും പറയും, തിരുമേശയുടെ സമയത്ത് അടുത്ത് നിൽക്കുന്നവർ തമ്മിൽ അത് ലാക്ക് ലൂക്കാച്ച എന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ.
ഒരു സഭയിലാണ് കൂടുന്നത്. ഉപവാസത്തിന് കുറവൊന്നുമില്ല, മറുഭാഷയുണ്ട്, തുള്ളലുണ്ട്, ചാട്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്, നന്നായിട്ടെല്ലാം ചെയ്യുന്നു. പക്ഷേ കൈ കൊടുക്കത്തില്ലല്ലോ. എല്ലാവർക്കും കൊടുക്കാത്തവരുണ്ട്, ഇതുവരെ മിണ്ടാത്തവരുണ്ട്, കൂട്ടുവിശ്വാസിയുടെ വീടറിയാത്തവരുണ്ട്, ഉണ്ട്. അല്ല, വീട്ടിൽ പ്രാർത്ഥനയും വെക്കുന്നില്ലല്ലോ. വീട്ടു പ്രാർത്ഥന വെക്കാണ്ട് പറയുമ്പോൾ ആന്നിരിക്കുകയല്ലേ, നേരെ ഇരുന്നല്ലേ അങ്ങോട്ട് വെക്കുന്നെന്ന് പറയണേ. ഇനി അഥവാ നമ്മൾ പറഞ്ഞോണ്ട് പറയും ഒരു സഭയിലാണ് കൂടുന്നത്, എന്നെ റാന്നി കടയിൽ വള്ളം മുങ്ങിയ പോലെ ഇരിക്കുന്നത്. കൈ കൊടുക്ക്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകുകയല്ലോ. പോവോ? അന്നേരം അവർക്ക് അങ്ങ് തീരെ ദീനമാ, വയ്യ. എന്നാൽ ചിലയിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീനോ. എന്നെ എല്ലാവരും കാക്കാലിനെ പോലെ പമ്മിയിരിക്കുന്നേ. ഇതെല്ലാം പ്രകസനമാ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ഉപവാസ പ്രാർത്ഥന ഇതിനെല്ലാം ക്രമീകരണം വരുത്തണം. എല്ലാ വീട്ടിലും ചിലർ പോകുകയല്ല. ഇത് ചിലർ ചെന്നാൽ അവിടെ ഭക്ഷണമുണ്ട്, ചിലർ കഴിക്കത്തില്ല. കഴിക്കില്ല. എന്നാന്നറിയാമല്ലേ, വയറ്റിലൊരു ഒരു ദീനവും ഇല്ല, പക്ഷേ സൂക്ഷം നിനക്ക് ദീനം വരും. ഒരു തർക്കവുമില്ല. ഇപ്പം നിനക്ക് ദീനമില്ലാത്തപ്പോഴാണ് നീ പറഞ്ഞേ എനിക്ക് വയറ്റിനകത്ത് ഒരു കുഴപ്പമില്ല, പക്ഷേ സൂക്ഷം വന്നിരിക്കും. വരും. ഒരു തർക്കമൊന്നുമില്ലെന്ന്. ചില രോഗികളുണ്ട്, അവരെ നമുക്കറിയാം. ഇന്ന ഭക്ഷണം കഴിച്ചാൽ അവർക്കത് ശരീരത്തിന് അതങ്ങനെ പറയണമല്ലോ. ചിലർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ, അത് തെറ്റൊന്നുമല്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ മനഃപൂർവ്വം കുഴപ്പമ്പോൾ ഓർത്തോണം, സൂക്ഷം ദൈവം നിന്നെ പിടിക്കും. നമ്മൾ ചിലരോട് ചോദിക്കാല്ലേ, അമ്മാമ്മയുടെ കാര്യമല്ല കേട്ടോ, ഉദാഹരണമാണ്. എന്നെ യോഗത്തിന് പറഞ്ഞ് എനിക്ക് തലവേദനയായിരുന്നു. ഒരു കുഴപ്പമില്ല, പക്ഷേ സൂക്ഷം ഈ തള്ളയ്ക്ക് തലവേദന വരും. വരുമെന്നുള്ളതിനൊരു തർക്കവുമില്ല. എന്തോ അച്ചായനെ ഇവിടെ യോഗത്തിനുണ്ടല്ലോ, ശാരീരികമായിട്ട് അത്ര ഒരു കുഴപ്പം. കല്യാണത്തിന് അവിടെ നിൽക്കുന്ന കണ്ടല്ലോ, ആദ്യത്തെ തേറ്റിന് കയറി ഇരിക്കുക, പ്രാർത്ഥിക്കുന്നതിന് മുന്നേ കഴിക്കുന്നത് ഞാൻ കണ്ടല്ലോ. കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ നിന്ന് അപ്പം മനസ്സിലായി കൈ കഴുകാറായിരുന്നെന്ന്. നിങ്ങൾ കണ്ടില്ലേ? വെള്ളം ഇവിടെ. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? കഴുകാതാ? കൈ കഴുകിച്ചായിരിക്കുന്നെങ്കിൽ അറിയാമല്ലോ, കൈ കഴുകണം ആദ്യം കഴുകിച്ചല്ലേ വന്നിരുന്നത്, അവിടോട്ട് പോയാൽ പോരെ. മനസ്സിലാകുന്നില്ല. അല്ല, അതിനൊന്നും ഒരു ക്ഷീണവും ഇല്ലല്ലോ. മനഃപൂർവ്വം അങ്ങനെ കള്ളം പറഞ്ഞാൽ സൂക്ഷം പിടിക്കും ദൈവം. തെളിവ് നിങ്ങൾക്ക് വചനത്തിലുണ്ട്, പിടിക്കും. നിങ്ങൾക്ക് അറിവുള്ള കാര്യം വന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ലാബാൻ കൂടാരത്തിൽ വന്നപ്പം റേച്ചലാൻറ്റി പറഞ്ഞു, പപ്പ എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, ഫാസ്റ്റിംഗ് പ്രയറാണ്. ഞങ്ങൾ പായിട്ട് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേക്കുള്ളൂ, വീട്ടിൽ അടുപ്പിൽ പോലും വന്ന്. അപ്പം അപ്പന് ഓർത്താട്ടെ, ഇവള് കുടുംബത്തിൽ വെച്ചോ ഉപവാസവും എന്നാ അമ്മ ഏതാണ്ട് പറഞ്ഞു കൊടുത്ത്. എന്തോ പറഞ്ഞേ? ഏതാണ്ട് പറഞ്ഞമ്മ. എന്തോ അമ്മ പറഞ്ഞേ? അത് തന്നെ ആ അവസ്ഥ തന്നെ ഞാനും പറഞ്ഞേ. അപ്പോൾ ഫാസ്റ്റിംഗ് പ്രയറായി, എഴുന്നേക്കാൻ പാടില്ല. അപ്പനോട് പറഞ്ഞു, ലാബാനോട് എനിക്ക് പാടില്ല. അപ്പൻ വിശ്വസിച്ചു, അല്ല ഭർത്താവും വിശ്വസിച്ചു, അല്ല മക്കളെയും വിശ്വസിപ്പിച്ചു, ദാസിമാരും അത്ര കഴിവാ റേച്ചലിന്. ഒരു കുടുംബത്തിൽപ്പെട്ട മുഴുവൻ എണ്ണത്തിനെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ എന്തോ കഴിവാ, ഭയങ്കര കഴിവ്, അസാധ്യ കഴിവാ. നമ്മൾ പറയുമോ റേച്ചലമ്മാമ്മ വലിയ മിടുക്കിയാ കേട്ടോ. പിന്നെ ജക്കപ്പച്ചാൻ എല്ലാവരെയും കളിപ്പിക്കുന്ന അച്ചാനെ, പക്ഷെ അച്ചാനെ അമ്മാമ്മ വരച്ച വരയല്ല. മിണ്ടുന്നില്ല. മിണ്ടണ്ട. അച്ചാൻ എല്ലാവരെയും ഒതുക്കുന്ന അച്ചാനെ, പക്ഷെ അമ്മാമ്മയുടെ മുന്നിൽ അച്ചാൻ റേച്ചലേ യാക്കോബിനെ കളിപ്പിച്ചു. പിള്ളേരാന്ന കലാപുലി പോലെ ഒരുത്തൻ കടിച്ച് ഒരുത്തനെ സിംഹസ്ഥന് തുല്യനാ.
യഹൂദ ഒരു ബാലസിംഹം ഇര പിടിച്ച് കിടക്കുക. രൂപൻ ഭയങ്കര കഴിവുള്ളവനാ. എല്ലാം ഒന്നുകൊന്നൊക്കെ മിടുക്കനുള്ളപ്പോൾ അവരെ ഈ അമ്മ ഒതുക്കി നിർത്തിയേക്കുന്നത്. ഭർത്താവിനെയും കളിപ്പിച്ചു, പിള്ളേരെയും കളിപ്പിച്ചു, അപ്പൻ അതിലും വേന്ദ്രനാ. സകല എണ്ണത്തിനെ ഒതുക്കി. ഇവള് കള്ളം പറഞ്ഞു, എനിക്ക് എഴുന്നേൽപ്പാൻ പാടില്ല. അവനങ്ങ് പോയി. നിങ്ങൾക്കറിയാം, എപ്രാത്തിലെത്താൻ അല്പ ദൂരമുള്ളപ്പോൾ റാഗേൽ വഴികരികെ വെച്ച് പ്രസവിക്കുക. ഉൽപ്പത്തി പുസ്തകവും യെരമ്യാ പ്രവചനവും എടുത്ത് വായിപ്പിക്കുന്നില്ല, ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, ജീവൻ പോകുന്ന നേരം. അമ്മാമ ആ വാക്യം കണ്ടോ? 35 ഈ ഭാഗത്തുണ്ട്, ജീവൻ അങ്ങനെ പദം. അതാ ജീവൻ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്നാ? അതെ, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്തത്തിലാ. ആ ജീവൻ പോയിക്കൊണ്ടിരിക്കുക, ബ്ലഡ് പോവുക എന്ന്. ബ്ലഡ് നിൽക്കുന്നില്ല. നാളുകൾക്ക് മുമ്പ് അപ്പം വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് എനിക്ക് എഴുന്നേൽപ്പാൻ അന്ന് ഒരു കുഴപ്പവുമില്ല. കുഴപ്പമില്ലാത്ത കാലത്ത് എനിക്ക് കുഴപ്പമാണെന്ന് കള്ളം പറഞ്ഞത് അടി തപ്പിയപ്പോൾ വിഷയത്തിൽ സൂക്ഷം ദൈവം പിടിച്ചു. ഇപ്പൊ ഉപവസിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പറയുന്ന പാസ്റ്ററെ, ഇത് ചൊല്ലി അടിക്കുന്ന പാസ്റ്റർമാർ വല്ലവരും ഉണ്ടെന്ന് വിളിക്കണേ. കോഴിക്കോട്ടിൽ നിന്ന് ആരെങ്കിലും കിട്ടുമോ? ഇല്ല, പുള്ളി ചൊല്ലി അടിക്കത്തില്ല, ചൊല്ലാനാണ് അടിക്കുന്നത്. നമുക്കൊരു ദിവസത്തേക്ക് ബന്ധനം അടിക്കുന്ന അമ്മാമ്മമാർ വല്ലവരും വരും. കെട്ട് പൊട്ടിക്കുന്ന ആരേലും ഈ കെട്ട് പൊട്ടത്തുമില്ല, ഇത് അഴിയത്തുമില്ല, നീ തന്നെ ഒപ്പിച്ച വിനയാ. അപ്പനെയും ഭർത്താവിനെയും മക്കളെയും ചേടുത്തിയെയും ദാസിമാരെയും എന്ന് വേണ്ട സകല ആൾക്കാരെയും കളിപ്പിച്ചൊതുക്കി അമ്മാമ്മയാ. ഒരു കുഴപ്പവും ഇല്ലാത്തപ്പോഴാണ് പറഞ്ഞ എനിക്ക് കുഴപ്പമാണ്. തമ്പുരാൻ പറഞ്ഞാ കുഴപ്പം തന്നെ നേക്കാം. മകന് പേരിട്ട് ബെനോനി, ദുഃഖത്തിന്റെ കണ്ണുനീരിന്റെ വേദനയുടെ പുത്രനാ. ബ്ലഡ് നിൽക്കുന്നില്ല, ജീവൻ അങ്ങനല്ലേ എഴുതിയേക്കുന്നേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതാ, പ്രാർത്ഥിച്ചാലൊന്നും നിൽക്കത്തില്ല. അത് ഞാൻ ഭയത്തോടാ പറയുന്നത് കേട്ടോ. എന്നെയും കൂടെ പ്രതിയാക്കി, ഞാൻ പേടിച്ചാ പറയുന്നേ. കള്ളം പറയരുത്. കള്ളം പറയരുത്. തലവേദനയാന്ന് കള്ളം പറയരുത്. വയറ്റ് വേദനയാന്ന് കള്ളം പറയരുത്. വണ്ടിക്ക് പെട്രോൾ ഇല്ലായിരുന്നെന്ന് കള്ളം പറയരുത്. പിരിവ് തരാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല പാസ്റ്റേന്ന് കള്ളം പറയരുത്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇപ്പം അത്രോ പറയുന്നുള്ളൂ, വെറുതെ എന്തിനാ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. ഇപ്പം തന്നെ ചിലർ ഞെട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ കണ്ടു. അല്ല, പേടിക്കണ്ട. ഇതുവരെ അപാകതകളും ന്യൂനതകളും ഇന്ന് രാത്രി ഏറ്റു പറ. കർത്താവെ, തെറ്റ് വന്നിട്ടുണ്ട്, അങ്ങക്ക് ഇഷ്ടമില്ലാത്ത പലതും പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ ഞാൻ തടി തപ്പാൻ കള്ളം മനഃപൂർവ്വമായി ക്ഷമിക്കണം. അതെൻ്റെ മേൽ ന്യായവിധിയായിട്ട് വരരുത്. ഏറ്റു പറ. എല്ലാവരും മനുഷ്യനല്ലേ, ഏറ്റു പറ. കർത്താവെ, അങ്ങക്ക് ഹിതമില്ലാത്തത് ഞാൻ ചില പ്രത്യേക സന്ദർഭത്തിൽ എൻ്റെ സ്വയരക്ഷയ്ക്കും തടി ഊരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പൊറുക്കണേ. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന്. നീ പിന്നെ അത് മറച്ചു വെച്ചാൽ ആ ശിക്ഷാവിധി വരുന്നത്. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിന് മഹത്വം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും.
നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാ യേശുവോടു ചെന്ന് ചൊല്ലിയ നിമിത്തം എല്ലാ യേശുവോടു ചെന്ന് ചൊല്ലിയ നിമിത്തം ഇന്ന് രാത്രിയിലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ മനുഷ്യരായി ഈ ഭൂമിയിലാ ജീവിക്കുന്നത്. അപാകതകളുണ്ട്, ന്യൂനതകളുണ്ട്, പോരായ്മകളൊക്കെ വരാം, തെറ്റാൻ സാധ്യതയുണ്ട്, പോഷത്വങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മോനെ ഒരു കസേര ഇങ്ങോട്ട് എടുത്തിട്ടു, അപ്പം എനിക്ക് വെള്ളം എടുത്ത് വെക്കുകയും ചെയ്യാം. ഇടയ്ക്ക് വെള്ളം എടുത്ത് തരണം, പാഷയെ കൊണ്ടെടുപ്പിക്കരുത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഏറ്റു പറയണം, ദൈവമേ തെറ്റിപ്പോയിട്ടുണ്ട്, പോഷത്വങ്ങൾ വന്നു, നിനക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞു, സംസാരിച്ചു, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ കള്ളം ഇനി ആവർത്തിക്കത്തില്ല, ക്ഷമിക്കണം, മാപ്പാക്കണം. അനുദപിച്ച് വരുന്നവരെ ദൈവം തള്ളിക്കളയത്തില്ല. അവരോട് കരുണ തോന്നുന്ന ദൈവമാ, മനസ്സലിവുള്ള ദൈവമാ, അവിടുന്ന് ദയയുള്ള ദൈവമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ, ആ ഭാഗം അങ്ങ് വിടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊന്നും വളരെ സൂക്ഷിച്ചേ സംസാരിക്കാവൂ. കള്ളം പറയരുത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സത്യം പറഞ്ഞാൽ പ്രശ്നവുമാ, അല്ലേ? സത്യം പറഞ്ഞാൽ പ്രശ്നമുണ്ടാകും. സത്യം പറഞ്ഞ പ്രശ്നമാ, എന്നാലും കള്ളം പറയരുത്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. നിങ്ങൾ എങ്ങനെയാണെന്നറിയത്തില്ല. ഇപ്പോൾ ഉദാഹരണമാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറയുക. ഇപ്പം ഈ യോഗത്തിന് ഇങ്ങോട്ട് വരിക, സത്യമേ പറയാവൂ, കള്ളം പറയുകയും ചെയ്യരുത്. സത്യം എല്ലാവരോടും പറയാനും ഒക്കത്തുമില്ല. അങ്ങനെ ഉണ്ട്. അതെങ്ങനെ പാസ്റ്റർ? ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം. ഇപ്പം ബഹുമാനപ്പെട്ട PC ചെറിയാൻ അവർ എന്നെ ഇങ്ങോട്ട് യോഗത്തിന് വിളിക്കുക. അല്ല, ഉദാഹരണമല്ല, രാവിലത്തെ അനുഭവം അങ്ങ് പറയാം, അതാണ് നല്ലത്. ഞാൻ വരാൻ വൈകിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, മോനെ എവിടെ ആയി, പെട്ടെന്ന് വാ. ഞാൻ പറഞ്ഞു, ഞാൻ റാന്നി പാലം കഴിഞ്ഞു. അപ്പം ഞാൻ ചെത്തോങ്കര വന്നു. കള്ളം പറഞ്ഞോ? പാലം കഴിഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു. കേട്ടോ അച്ഛാ, ഞാൻ റാന്നി പാലം കഴിഞ്ഞെന്ന് പറഞ്ഞു. കഴിഞ്ഞല്ലോ. പക്ഷേ ഞാൻ വന്നത് എവിടാ? ചെത്തോങ്കരയാ. കള്ളം പറഞ്ഞോ? പറ. ഇല്ല. എന്നാ സത്യവും പറഞ്ഞോ? ചെത്തോങ്കരയാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ, അഥവാ ഇങ്ങോട്ട് ചെത്തോങ്കര പമ്പിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ബ്ലോക്ക് ആകും. ഉദാഹരണമാണ്, ഒരു ബ്ലോക്ക് വന്നു, 5 മിനിറ്റ് പെട്ടു. അപ്പോൾ അച്ചായൻ പിന്നെയും വിളിക്കും, മോനെ ചെത്തോങ്കര ഇവിടെ വരാൻ 2 മിനിറ്റ് വേണ്ട, പിന്നെ നീ എവിടെ വല്ലയിടത്തും കയറിയോ? മറുപടി പറയണ്ടേ? പറ. ഞാൻ കള്ളം പറഞ്ഞോ? ഈ യോഗത്തിന് വന്നുകൊണ്ട് അത്രയും ഒരു കാര്യം മനസ്സിലായില്ലേ? അതിനാ യോഗത്തിന് വരണമെന്ന് നീ പറയാൻ. കള്ളം പറയരുത്, കള്ളം പറയരുത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ സത്യം പറഞ്ഞ പ്രശ്നമാണെങ്കിൽ ഒന്നെങ്കിൽ അങ്ങ് മിണ്ടാതിരുന്നേക്കണം. ഞാൻ പിന്നെ പറയാം, എന്നാലും കള്ളം പറയരുത്. റാഹേല് കള്ളം പറഞ്ഞു, പറഞ്ഞ വിഷയത്തിലൊടുവിൽ പിടികൂടി.
നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ റാഹേലിനോട് ദൈവത്തിൻ്റെ ഒരു നീതി ഉണ്ടായിരുന്നു. വേദപഠിതാക്കളും ഇതിനെപ്പറ്റി നന്നായിട്ട് അപഗ്രഥിച്ച് പഠിച്ചവർ പറയുന്നത് റാഹേലിനെ അടക്കിയ സ്ഥലത്താണ് യേശുവിനെ പ്രസവിച്ചെന്നാണ്. കാരണം കൂടെ പറയാം. അനുദപിച്ച് നിലവിളിച്ച് മനസ്താപപ്പെട്ട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. ലോകരക്ഷകൻ്റെ തിരുപ്പറവി ആ സ്ഥലം, അത് വാക്യങ്ങളുണ്ട്. ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നത് നമ്മുടെ വിഷയമല്ല. ദൈവത്തിന് മഹത്വം. കള്ളം പറയരുത്. അപ്പോൾ ഈ റാഹേല് ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത് കൊണ്ട് അബദ്ധമായി. അപ്പം ഈ യാക്കോബിനെ ഇവർ നാറ്റിച്ചു, ദേശത്ത് നാറ്റിച്ചു. ഈ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ, എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത് അവരുടെ യോഗത്തിന്. അപ്പം ഇവർ രണ്ടൊരു ഗ്രൂപ്പാണ്, ശിമയോനും ലേവിയും. ഇവർ രണ്ടും വലിയ പുള്ളിക്കാരാ. അതുകൊണ്ടാ തമ്പുരാൻ ദൂത് പറഞ്ഞത്, ഞാൻ അവരെ രണ്ടുപേരെയും കൂടെ പകുക്കും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ അമ്മ. ഞാൻ അവരെ യാക്കോബിൽ പകുക്കും. പകല് വിശദീകരിച്ചത് കൊണ്ട് ആ പോയിന്റ് നിൽക്കല് എന്ന് പറഞ്ഞാൽ ഇവന്റെ രണ്ടിന്റെ ഗ്രൂപ്പ് ഞാൻ പൊളിക്കും. ഇവർ രണ്ടും കൂടെ അല്ലേ ഈ കൊന്ത്രാക്കൊള്ളിയല്ല ഒപ്പിക്കുന്നേ. ശേഖേമരെ വെട്ടാൻ പോയതും വടിവാളെടുത്തതും അപ്പനോട് ചോദിക്കാതെ പോയതും മറ്റ് സഹോദരന്മാരോട് കൂട്ടായ്മയില്ലാതിരുന്നതും. ഇവർ രണ്ടും വലിയ സൂത്രക്കാരല്ലേ, മിടുക്കന്മാരല്ലേ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, ഇവരെ രണ്ടുപേരെ ഞാൻ പകുക്കും. അതാ ഞാൻ പകല് പറഞ്ഞ പോയിന്റ് പറയാ. നമ്മൾ പകുക്കാൻ നിൽക്കണ്ട, നമ്മൾ ഉടക്കാൻ നിൽക്കണ്ട, നമ്മൾ അടിയന്തര കമ്മിറ്റി ഒന്നും കൂടണ്ട, നടപടിയൊന്നും നമ്മളായിട്ട് എടുക്കണ്ട. മേപ്പോട്ട് കൊടുത്താൽ മതി. മുകളിൽ ഇരിക്കുന്നവൻ അത് പകുത്തങ്ങ് തരും. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ മറുപടി പറയത്തില്ല, എതിർക്കത്തുമില്ല, ഉടക്കത്തുമില്ല. അവരെ കാണുമ്പോൾ ഞാനങ്ങ് സന്തോഷിക്കും. പിന്നെ ആര് പറയാതെ ഞാൻ മേപ്പോട്ട് കൊടുക്കും, ആരോടും പറയത്തുമില്ല. ദോഷം ചെയ്യുന്നവനെ ഞാൻ കാണുമ്പോൾ കൈ കൊടുക്കുക, അത് നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. എൻ്റെ കൂടെയുള്ള ചില പറഞ്ഞ് എങ്ങനെ പറ്റുന്നെന്ന്. ഞാൻ പറഞ്ഞത് പറ്റുന്നില്ല. പിന്നെ ഈ പുസ്തകമായിട്ട് നടന്നിട്ട് വലിയ തരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് അല്ല. ഇങ്ങനെയുള്ള വിഷയം പ്രസംഗിക്കുമ്പോൾ എനിക്ക് നല്ല പ്രാഗൽഭ്യവുമാണ്, എനിക്ക് ചൂളിച്ച വരുന്നില്ല. സ്തോത്രം. ദോഷം ചെയ്യത്തുമില്ല, പറയത്തുമില്ല. നല്ല പ്രാഗൽഭ്യത്തോടാണ് പ്രസംഗിക്കുന്നത്, പറയത്തില്ല. അവരെ കാണുമ്പോൾ ഞാൻ കയ്യും കൊടുക്കും. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ പകുക്കാൻ പോകണ്ട, നമ്മൾ സൂത്രമൊന്നും ഒപ്പിക്കണ്ട. ദൈവത്തിന് മഹത്വം. ദൈവം പകുക്കും. അതാണ് അവിടെ വെക്കുന്നത്. ഞാൻ യാക്കോബിൽ അവരെ പകുക്കും. ഈ തമ്പുരാന്റെ ആലോചന ആയതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം പകുത്തു. പകുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവർ ഗ്രൂപ്പല്ലേ, ദൈവം അത് പൊട്ടിച്ചു, പകുത്തത് നാളുകൾ കഴിഞ്ഞ് ഇവരെ മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് വരുമ്പോൾ തമ്പുരാൻ മോശയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും. ഇത്ര ലക്ഷക്കണക്കിന് ജനമല്ലേ, ഇതെല്ലാം കൂടി ഇങ്ങനെ ഈ ക്രമമില്ലാതെ പോയാൽ ഒക്കത്തില്ല. നമുക്ക് പാളയം തീർക്കണം. 4 പാളയം. ഏതൊക്കെ പാളയം? 4 പാളയം. യോ, മൊത്തം എത്ര ഗോത്രമാ? 12. അപ്പം 4 പാളയം. ഒരു പാളയത്തിൽ 4 ഗോത്രം. 4 ഗോത്രത്തിൽ 4 പാളയം. യഹൂദ പാളയം, രൂബേന്യ പാളയം, എബ്രഹീമിയ പാളയം, ദാൻ പാളയം. 4 പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച് ഇവനെ ക്രമീകരിക്കാൻ പോകുകയാ. ലക്ഷക്കണക്കിന് ജനമാ. സാധാരണ എത്രയാ കണക്ക് പറയുന്നേ? കാലാള് തന്നെ 600,000 കൂട്ടത്തെ ചിറകിൽ വാഗിച്ചവൻ കൂടെയുണ്ട്. 600,000 കൂട്ടത്തെ ചിറകിൽ
അപ്പോൾ 600,000, 600 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കാലാള് തന്നെ. എല്ലാം കൂടെ കുഞ്ഞും പെണ്ണും പെടക്കോടിയും കുഞ്ഞും പെറുങ്ങണിയും എല്ലാം കൂടെ 30 ലക്ഷമൊന്നും അല്ല, അതിൽ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഓർഡർ തെറ്റിയാൽ ഒക്കത്തില്ല, ഓർഡർ വേണം. അതുകൊണ്ട് 4 പാളയം തീർക്കണം. യഹൂദ പാളയം, രൂബേന്യ പാളയം, എഫ്രയീമ്യ പാളയം, ദാൻ പാളയം. ഒരു പാളയത്തിൽ 3 ഗോത്രം വെച്ച്. അപ്പോൾ തമ്പുരാൻ പകുക്കുക, ദൈവം പകുക്കുക. ആർക്കും മിണ്ടാനൊക്കത്തില്ല. 49:7 പറഞ്ഞ് ഞാൻ ഇവരെ പകുക്കും. ദൈവം പകുത്തു. ദൈവം പകുത്താൽ ആരും മിണ്ടാനാ? ഒറ്റ അക്ഷരം മിണ്ടിയില്ല. തമ്പുരാൻ പകുത്തപ്പോൾ ഈ ശിമയോനും ലേവിയുമാണല്ലോ ഗ്രൂപ്പ് അല്ലേ? അതെ, തമ്പുരാൻ പകുത്തു. ആദ്യം യഹൂദ പാളയം അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. യഹൂദ പാളയത്തിൽ അങ്ങോട്ട് പാളയത്തിന്റെ ക്രമീകരണം വായിച്ച 2:1 വായിരു. സംഖ്യാപുസ്തകം 2:1. യഹൂദ കൊടിക്കരികെ പാളയം ഇറങ്ങണം. പിന്നെ യഹൂദാപാളയത്തിന്റെ കൊടിക്കീടിന്റെ കീഴിലുള്ളവർ. അപ്പോൾ ആദ്യം യഹൂദാപാളയം, യഹൂദാപാളയത്തിന്റെ കൊടിക്കീടിന്റെ കീഴിലുള്ളവർ. പിന്നെ സൂര്യോദയത്തിന് നേരെ കിഴക്ക് വന്ന പാളയം ഇറങ്ങണം. പിന്നെ അടുത്തത് 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 മതി. അപ്പോൾ ആദ്യത്തെ പാളയത്തിൽ യഹൂദയും ഇസ്സഖാറും സെബുലൂനും, അത് ഞാൻ വിവരിക്കുന്നില്ല. രണ്ടാമത്തെ പാളയമാണ് രൂബേന്റെ പാളയം. വൈര് 10 ആ കണ്ണിക തുടങ്ങുന്നത് രൂബേൻ പാളയത്തിന്. അപ്പൊ രൂബേന്റെ പാളയം തീർക്കുക. അപ്പൊ ഈ ഇങ്ങോട്ട് നോക്കിയേ, എല്ലാവരും ഞാറ് പറിക്കും പോലെ കുഴിഞ്ഞു കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, ഏതായാലും വായിക്കുന്നില്ല. ഈ 2 പേരാ വായിച്ചു തരുന്നത്. നിങ്ങൾ എന്നെ നോക്ക്, കാണാനൊന്നും ചൊവ്വില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. അപ്പൊ രണ്ടാമത്തെ പാളയം രൂബേൻ. ദൈവം പകുക്കുക രൂബേന്റെ പാളയം. ദൈവം വിളിക്കുന്നതുകൊണ്ട് ആർക്കും എതിർക്കാനൊക്കത്തില്ല. അപ്പൊ എല്ലാം ഇങ്ങനെ കലാപുലി പോലെ നിൽക്കുകയല്ലേ. തമ്പുരാൻ പറഞ്ഞു രൂബേൻ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. രൂബേനും അവൻ്റെ ഗണങ്ങളെല്ലാം കൂടെ കയറി വന്ന് പാളയത്തിലോട്ട് കയറ്റി. അപ്പൊ രൂബേൻ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ അടുത്തത് വിളിച്ചത് ശിമയോനാ, 12. ശിമയോൻ. അപ്പൊ രൂബേന്റെ പാളയത്തിലടുത്തത് ശിമയോനെ വിളിച്ചു. ശിമയോൻ വരാൻ പറഞ്ഞു. ശിമയോൻ ഇങ്ങോട്ട് നോക്കിയേ. ശിമയോനെ വിളിക്കുമ്പോ ഇനി അടുത്തത് ന്യായമായിട്ട് ആരെയാ വിളിക്കണ്ടേ? ലേവിയെ വിളിക്കണം. പക്ഷെ വിളിച്ചതാരാ? 14. ഗാദ്. അമ്മാമ്മ ഇവിടെ എപ്പോഴും ആരെയാ വെച്ചത്? എപ്പോഴും കണ്ട് വായിച്ച പോലെ എനിക്ക് തോന്നി. അപ്പോൾ രൂബേന്റെ പാളയം തീർത്ത് രൂബേന്റെ കൂടെ ആരാ? ശിമയോൻ. ശിമയോന്റെ കൂടെ ഗാദ്. അപ്പം രൂബേനും ശിമയോനും ഗാദും ന്യായമായിട്ട് ഗ്രൂപ്പ് വെച്ചാൽ ലേവീനെയാ വിളിക്കേണ്ടത്. വിളിച്ചില്ല, തമ്പുരാൻ പകുത്തു. ദൈവം പകുത്തു. ദൈവം പകുത്താൽ അതിനെ ആരാ കോല് വെക്കാൻ വരുന്നേ? വെച്ചാ ഏക്കുവോ? നമ്മൾ പകുക്കണ്ട, നമ്മൾ ഉടക്കുകയും വേണ്ട. നീ മുഴങ്കാലിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നിനക്ക് വേണ്ടി ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നിന്റെ കൂടെ ചിലപ്പോൾ നിൽക്കാൻ ആരും കാണുകയല്ല. ആശ്വാസം പറയാനോ സഹായിക്കാനോ ഒത്താശ പറയാനോ അവ ഒന്നും കാണുകയല്ല. നീ ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. മുഴങ്കാലും വലിക്കാൻ സമയമാകുമ്പം ദൈവം പകുക്കും. പ്രൈസ് ദി ലോർഡ്. ഗ്രൂപ്പ് ഒട്ടിച്ചെന്ന്. അപ്പൊ രൂബേനും ശിമയോനും ഗാദും. ഗാദോ കവർച്ചപ്പടയവന് ഞെരുക്കുമെന്ന്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ തൊടുന്നില്ല. ദൈവം അത് പകത്തു. ലേവി ഈ ശിമയോനെ വിളിച്ചപ്പോൾ ലേവി ഇങ്ങനെ എൻ്റെ ഭാഷ പറഞ്ഞ ടൈയും കോട്ടും എല്ലാം കെട്ടി ഷൂ ഒക്കെ ഇട്ട് നിൽക്കുക. ഇപ്പം എന്നെ വിളിച്ചില്ല. ഗാദിനോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. ഓ ലേവി നോക്കി നിൽക്കുക. ലേവിയോടും ദൈവത്തിന് കാരണമുണ്ട്.
അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ആ 3:5 വായിച്ചേ. 3:5. യഹോവ പിന്നെ ഈ മോശയോട് അരുളി ചെയ്തത്, ലേവി ഗോത്രത്തെ നീ അടുക്കൽ വരുത്തി ആ ആ അവൻ സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ ഞാനതിൽ ഒരു പദമാണ് എടുക്കുന്നത്. നീ ഇനി നാട്ടുകാരുടെ എല്ലാം കാര്യത്തിൽ ഇടപെടണ്ട, നീ സഭയുടെ കാര്യം നോക്ക. ഇതുവരെ നീ സകല കുണ്ടാമണ്ടിക്കകത്തും പോയി ഇടപെടുക. പെങ്കൊച്ച് അങ്ങോട്ട് ഓടി, ആങ്കൊച്ചൻ ഇങ്ങോട്ട് പോയി, അവിടെ ചെന്ന് ഇവിടെ ചെന്ന് മുഴുവൻ പ്രശ്നം പരിഹരിച്ച് നീ അതൊക്കെ അങ്ങ് നിർത്തേ. ഇനി നിനക്ക് എത്ര നാൾ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ചിലരുടെ നോട്ടം ഇരിപ്പം കണ്ടിട്ട് ഈ ആഴ്ച തയ്ക്കുകയല്ലെന്നും പറഞ്ഞാൽ ഒരു കുഴപ്പവും വരികയല്ല. അല്ല, ഇരിപ്പ് കാണുമ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ ഞാൻ ഈ ആഴ്ച തയ്ക്കുമെന്ന് ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരികയല്ല. അതുകൊണ്ട് സന്തോഷിച്ചങ്ങ് ഇരുന്നു, കുഴപ്പമൊന്നും വരികയല്ല. അപ്പം ഇനി ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര കാലമുണ്ടെന്ന് നമുക്ക് നിർണ്ണയിക്കാനൊക്കത്തില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയും, ഈ മരിക്കുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും ഒന്നും കൃത്യം അറിയത്തില്ലെങ്കിലും എൻ്റെ ഭാഷ പറഞ്ഞാൽ മരണത്തിൻ്റെ മണമടിക്കും. മരണത്തിൻ്റെ ഒരു ചെറിയ മണമടിക്കും. അന്നേരം നന്നായിട്ട് ഒരുങ്ങിക്കോണം. എൻ്റെ കൂടെയുള്ള ശിവപാസ്റ്ററുണ്ട്. ശിവപാസ്റ്ററുടെ പെങ്ങളെ വിവാഹം ചെയ്തേക്ക്. അവർ കുറ്റൂരാണെങ്കിലും കണ്ണൂരാ ശുശ്രൂഷിക്കുന്നത്. ഞാനെപ്പോഴും പറയും, അവിടുത്തെ അപ്പച്ചനെ അടുത്ത കാലത്ത് ഞാൻ കണ്ണൂർ പോയപ്പോൾ കണ്ടു. 92 വയസ്സ് കണ്ടുണ്ടായിരുന്നു തോന്നുന്നു. അമ്മച്ചി കിടപ്പില്ല, അപ്പച്ചനാ ശുശ്രൂഷിക്കുന്ന അമ്മച്ചിയെ. മക്കളും ഉണ്ട്, 2 ആൺപിള്ളേർ, 2 പേരും സുവിശേഷ വേലക്കാരാണ്. അപ്പോൾ ഞാനിവിടെ ചെന്ന് കണ്ടു. പകലത്തെ മീറ്റിങ്ങും വൈകിട്ടത്തെ കൺവെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പച്ചൻ വളരെ ഉത്സാഹത്തോടാണ് നിൽക്കുന്നത്. നല്ല ചാടി ഇറങ്ങുകയും കയറുകയും കൊടുക്കും. അപ്പോൾ ഇടയ്ക്ക് മൊബൈൽ കൊണ്ടു എന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കേൾക്കും. നല്ലൊരു അപ്പച്ചനാണ്. നല്ല മുഖത്തൊക്കെ ഒരു പ്രസാദവും നല്ല സംസാരവും. 92 ഉണ്ടെന്നൊന്നും പറയത്തില്ല. അപ്പോൾ അപ്പച്ചനെ കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. വലിയ സങ്കടമായി പോയി. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ മരിച്ചു. അപ്പം ഞാൻ പിന്നീട് ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അടക്കത്തിന് പോകാനൊത്തില്ല. അത് കഴിഞ്ഞ് മകനെ കണ്ടു. അപ്പം ഞാൻ വിവരം ഒന്ന് ചോദിച്ച പറഞ്ഞു, അയ്യോ മരിക്കുന്നതിൻ്റെ തലേന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു. തലേ ദിവസം മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് മദ്രാസിൽ നിന്ന് മൂത്ത മോന അദ്ദേഹവും വന്നു. അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം ആൺപിള്ളേരോട് പറഞ്ഞു, എടാ ഇച്ചിരി കാശുമൊക്കെ കരുതിക്കൊണ്ട് ഒരു പെട്ടിയൊക്കെ കരുതി വെച്ചോണമെന്ന്. 2 ദിവസം മുമ്പ് പിള്ളേരോട് പറഞ്ഞു, ഒരു പെട്ടിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇച്ചിരി കാശും ഒക്കെ കരുതിക്കോണം. അപ്പം പിള്ളേർ ചോദിച്ചാൽ അതിനാ പോകാറായെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഓടി നടക്കുക. പിള്ളേർ പറഞ്ഞ് എന്തോ അപ്പം ആവശ്യമില്ലാതെ. അപ്പം അമ്മച്ചി ആ കിടപ്പ്, അമ്മച്ചി പോകുമെന്നാ. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ആൺപിള്ളേരും അപ്പനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മരുമകളോട് പറഞ്ഞു, മോളെ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഉച്ചയ്ക്കത്തെ ഭക്ഷണം മേളിലാന്ന്. അപ്പം ഈ പിള്ളേരങ്ങ് ചിരിച്ചു. ഒരു കുഴപ്പവുമില്ല. അപ്പച്ചൻ പറഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഉച്ചയ്ക്കത്തെ ഭക്ഷണം മേളിലാന്ന്. അപ്പച്ചൻ്റെ ഭാഷാശൈലിയാണ്. 12:35 ആയപ്പം മരിച്ചു. നിങ്ങൾക്കത് കേട്ടിട്ട് പോലും മുഖത്തിനൊരു ഭാവ വ്യത്യാസമില്ലല്ലോ. 12:35 ആയപ്പം കട്ടിലോട്ട് കയറി കടന്ന് പ്രാർത്ഥിച്ചു. ഇവനും പോയി. സ്തോത്രം. അപ്പച്ചൻ്റെ അടക്കം കഴിഞ്ഞ് പിറ്റേന്ന് അമ്മച്ചിയും മരിച്ചു. എല്ലാം ദൈവം നന്നായിട്ടാണ് ചെയ്തത്. അപ്പച്ചനെ അമ്മച്ചിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. എന്ത് നല്ല മരണമാ. അപ്പം ചിലർക്ക് ഈ മരണത്തിൻ്റെ മണമടിക്കും, ചിലർ ഏകദേശമൊക്കെ അറിയാം. ഒരുങ്ങിക്കോണം. ഈ ആധാരം ഒന്നും ക്ലിയർ അല്ലെങ്കിൽ അതൊക്കെ ഈ ആഴ്ച പോയി എല്ലാവരും പിന്നെ അതൊക്കെ ചെയ്ത് വെക്കണം. കൊച്ചുങ്ങൾ കടന്ന് വില്ലേജ് ഓഫീസിൽ പോയി പഞ്ചായത്തിൽ പോയി കയറി ഇറങ്ങി കുരുക്കൊപ്പിച്ച് ഒടുവിൽ നിന്നെ പ്രാകും. ഓ എവിടെ പോയാൽ മാമ? യോ ഞങ്ങൾ വില്ലേജ് എത്ര നാളായി, ആ തന്ത ജീവിച്ചിരുന്ന കാലത്ത്. പ്രാക്ക് മേടിക്കരുത്. ഇനി മറുവശം മൊത്തം എഴുതി കൊടുക്കുകയും ചെയ്യരുത് പിള്ളേർക്ക്.
വേണ്ട വേണ്ട, അത് കൊടുക്കരുത്, അബദ്ധം കാണിക്കരുത്. അയ്യോ കൊള്ളാം. കാലശേഷം എൻ്റെ ചിന്നമ്മയുടെ അങ്ങനെ വെക്കാവുള്ളൂ, അങ്ങനെ വെക്കാവൂ. ജോഡി ഞാൻ ഗുണമുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നേ. മോനാ ചായ. റോസമ്മാമയോടും കൂടാ. കാലശേഷം പിള്ളേരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, സാഹചര്യം അങ്ങനെ. മക്കൾക്കെല്ലാം വീതം വെച്ച് കൊടുത്തിട്ട് മക്കളും ആരും ഇപ്പം അന്വേഷിക്കുന്നില്ല, അനാഥശാലയിൽ കിടക്കുന്നു. ഞാൻ ഈയിടെ ഒരാൾ പറഞ്ഞു, പേരൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ വീടും 10 സെൻറ്റും കൂടെ പേരിലെഴുതണം, എന്നിട്ട് വെണ്ടർക്കറിയാം, അവർക്ക് ആധാര ഭാഷയുണ്ട്, അവരെ കൊണ്ട് എഴുതിപ്പിക്കണം. എന്നെ നന്നായിട്ട് നോക്കുന്നവർക്കായിരിക്കും, അല്ല നോക്കുന്നവർ ഞാൻ നോക്കി വെച്ചങ്ങ് പോകും. ആധാരം ഇടുന്നവർക്ക് ഭാഷ അറിയാം കേട്ടോ, നമുക്ക് അത്ര അറിയത്തില്ല. അവരത് നല്ല കോള് കൊള്ളിച്ച്, പിന്നെ നല്ല നല്ല മിടുക്കം വെണ്ടർമാരുണ്ട്. പണ്ടൊരാൾ ആധാരം എഴുതുക, വേറൊരാൾക്ക് ആധാരം എഴുതി കൊടുക്കുക. അപ്പോൾ ചോദിച്ചാൽ കറിയാച്ച എഴുതിക്കോട്ടെ. അയ്യോ എഴുത്, അതിനല്ലയോ വന്ന് എഴുതാൻ പോവുക. എഴുതുവേ, അയ്യോ എഴുത്, എത്ര നാൾ കൊണ്ട് പറയുന്നത്, ഞാനിപ്പോൾ എഴുതുക. അപ്പം പിന്നെ എന്നെ താമസിക്കുക. അപ്പം പുള്ളി പറഞ്ഞ് കറിയാച്ച ഞാൻ ആധാരം എഴുതി തീർത്ത് കഴിയുമ്പം കറിയാച്ചൻ്റെ ഭാര്യ ചെറിയാച്ചനായിട്ട് വരും. മനസ്സിലായില്ല? ആധാരം എഴുതുമ്പോഴേ കറിയാച്ചൻ്റെ ഭാര്യ അപ്പുറത്തെ ചെറിയാച്ചൻ്റെ ഭാര്യയായിട്ടായിരിക്കും മിക്കവാറും. മനസ്സിലായില്ല? പിന്നെ മനസ്സിലാകും. അങ്ങനത്തെ എഴുത്തെഴുതുന്ന ആൾക്കാരുണ്ടെന്ന്. അപ്പൊ ഒന്നിനെയും വിശ്വസിക്കാനൊക്കെയല്ല. മൂക്ക് ശ്വാസമുള്ളത്രണ്ണത്തിന് അത് ഞാൻ പ്രായമുള്ളവരോടൊക്കെ പറയും, ഇപ്പം ആരാ പോകുന്നതെന്നൊന്നും അറിയത്തില്ലെങ്കിലും പറയും, എല്ലാം ക്ലിയർ ആയിരിക്കണം. പിള്ളേർ ചിലപ്പോൾ പറയും, പപ്പ ലോൺ എടുക്കാനായി ഇങ്ങോട്ടൊന്ന് ഒപ്പിട്ട്, പപ്പായ്ക്ക് 70 പപ്പായ്ക്ക് ലോൺ വെച്ച പൈസ കിട്ടുകയല്ല, കൊണ്ട് ഇങ്ങോട്ടൊരു ഒപ്പിട് കൊടുക്കരുത്, ഇത് കിട്ടുന്ന ലോണൊക്കെ മതി. യോ പിള്ളേരല്ലയോ പെറുങ്ങണിയല്ലയോ എന്നോർത്ത് നീ ഒപ്പിടുകയും ചെയ്യും, തള്ളവരിൽ കൊണ്ട് അമുക്കുകയും ചെയ്യും. ഒടുവിൽ മരുമകൾ നിന്നെ നല്ല അമക്കും. പേരൊന്നും പറയുന്നില്ല, മോശമല്ലേ? പ്രഗത്ഭനായ ഒരു ദൈവദാസൻ, എനിക്കറിയാം, അമേരിക്കയിലുമൊക്കെ പോയതാ. ദൈവമക്കൾ കൊടുത്ത നന്മയെല്ലാം കൊണ്ടുവന്ന് മോനും മരുമകളോട് പറഞ്ഞ് ഇങ്ങോട്ട് തന്നേക്കാം. മൊത്തം കൊടുത്തു. കിട്ടിയ പൈസ എല്ലാം കൊടുത്ത് വീടും വെപ്പിച്ചു. മരുമകളുടെ പേരിലെല്ലാം എഴുതി കൊടുത്തു. അവൾ നല്ല സൂത്രക്കാരിയായിരുന്നു. അമ്മായിയപ്പന് നല്ല ബൂസ്റ്റ് ഇട്ട കാപ്പി 5 എണ്ണം കൊടുത്തപ്പം ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും 3-4 പൂവമ്പഴവും. അപ്പം അമ്മായിയപ്പൻ ഓർത്ത് എന്നും ഇത് കിട്ടുമെന്ന് എഴുതി അങ്ങ് കൊടുത്തു. എഴുതി കൊടുത്തപ്പോൾ തനിനിറം വെളിപ്പെട്ടു. ഞാൻ ചെന്നപ്പം, പേര് സ്ഥലം ഒന്നും പറയുന്നില്ല, ചെന്ന് ഞാൻ ഇന്ന് കാണാൻ ചെന്നു. അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പരുവക്കേടാന്ന്. അപ്പം എന്നാ, മോനും ഭാര്യയും 2 പിള്ളേരും, ഈ ദൈവദാസനും ഭാര്യയും, ഒരു വീട്ടിൽ 2 കഞ്ഞി. ഒരു കൊച്ചു കലത്തിൽ ഉരി അരിയിട്ട് കൊച്ചമ്മയച്ചായനും, മരുമകളും മോനും 2 പിള്ളേർക്ക് അപ്പുറത്തെ കലത്തിൽ ഒരു അടുക്കളയിൽ മുളകുടച്ചതും ഉണക്കമീൻ വറുത്തതുമായിട്ട് പാസ്റ്ററും ഭാര്യയും, മീൻ കൂട്ടാനും മെഴുക്ക് പുരട്ടിയും കാച്ചിയമോരുമായിട്ട് അവർ ഡൈനിങ് ടേബിളിൽ, ഇവർ 2 പേരും ബെഡ്റൂമിനകത്ത്. എന്നെ സ്തംഭിച്ചിരിക്കുന്നേ. വൈരാഗ്യബുദ്ധി പറഞ്ഞു തന്നതല്ല, എല്ലാവരും അങ്ങനെ ആണെന്നുമല്ല. മാതാപിതാക്കളെ നല്ലതുപോലെ നോക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളുടെ ഒരു അച്ഛനുണ്ടായിരുന്നു, വലിയ ബുദ്ധിമാനാ പുള്ളി, വലിയ കാഞ്ഞ ബുദ്ധിമാനാ. 5 ആൺപിള്ളേരാ. പിള്ളേരെല്ലാം 1-2 എണ്ണം അമേരിക്കയിലുണ്ട്. പിന്നെ നല്ല നിലയില്ല, പോട്ടെ, ചിലപ്പോൾ ഓൺലൈനിൽ കാണും. പുള്ളി ബുദ്ധിമാനാ. കൊച്ചമ്മയ്ക്ക് വച്ചാൻ ഇച്ചിരി പ്രായമായപ്പോൾ ഒരു ചിന്ത, പിള്ളേരെ അന്വേഷിക്കുമെന്ന്. ഇച്ചിരി വസ്തുവും വീടും ഒക്കെ ഉള്ളതാ. പുള്ളി ബുദ്ധിമാനായതുകൊണ്ട് പുള്ളി ലെറ്റർ എഴുതി മക്കൾക്ക്.
ഞാൻ പേര് മാറ്റിയാ പറഞ്ഞത്, പേരതൊന്നും അല്ല. എൻ്റെ മൂത്ത മോൻ ജോയിക്കുട്ടി അറിയുന്നതിന് നിൻ്റെ അപ്പച്ചൻ പേര് ഞാൻ മാറ്റുക, ചാക്കോച്ചൻ എഴുതുന്നത്, അതല്ല പേര് ഞാൻ മാറ്റിയതാണ്, ചാക്കോച്ചൻ എഴുതുന്നത്. നീയും കുടുംബവും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും നിൻ്റെ അമ്മയും അത്ര സുഖത്തിലല്ല, എന്നാൽ അല്പം സുഖത്തിലാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം അറിയിക്കാനാ, ഈ കത്ത് നീ മറ്റ് 4 പേരെ കാണിക്കരുത്. കാരണം എൻ്റെയും നിൻ്റെ അമ്മയുടെയും കാലശേഷം ഈ വസ്തുവും വീടും മുഴുവൻ നിനക്കാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. അത് ഞാൻ മരിച്ചു കഴിഞ്ഞേ നീ ഇത് അറിയിക്കാവൂ. അതുകൊണ്ട് എന്നോടും നിൻ്റെ അമ്മയോടും മാന്യമായിട്ട് പെരുമാറിക്കോണം. ഈ കത്ത് വേറെ ആര് മറ്റവരെ 4 പേരെ കാണിക്കരുത്. 5 പേർക്കും ഇങ്ങനെ എഴുതിയത്, അതല്ലേ ബുദ്ധി. 5 പേർക്കും 5 പേരും കത്ത് കണ്ടുവച്ച് പെമ്പളയും മാപ്പിളയും കൂടെ പറഞ്ഞ് ആരെയും കാണിക്കേണ്ട, ട്രങ്കിനടി വെച്ചേക്കാൻ. 5 പേരും മാസാമാസം അന്നത്തെ കാലത്ത് 5000 രൂപ വെച്ച്, അന്ന് 25-30 കൊല്ലം മുമ്പാ, മാസാമാസം 5 10-35 കൊല്ലം മുമ്പ് 25,000 രൂപ എന്നാ മോശമാണോ? അച്ചായനും കൊച്ചമ്മ എന്നും താറാവും കരിമീനും നടന്നു പോയതല്ല, കാറ് പിടിച്ച. അയ്യോ, ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല. പേര് പറഞ്ഞ അച്ചായൻ അറിയാം, ഞാൻ പിന്നെ യോഗം കഴിഞ്ഞ് പറയാം. 5 പേരും അയച്ചു കൊടുക്കുക. കാരണം അവരുടെ കാലശേഷം മൊത്തം രാജകീയമായിട്ട് അച്ചായനും കൊച്ചമ്മേ പിന്നെ അങ്ങനെ ഇരുന്ന് അച്ചായൻ മരിച്ചു. എല്ലാവരും വന്നു. എല്ലാവരുടെയും ഈ കത്തിരിക്കല്ലേ, കത്തുമായിട്ടാണ് വന്നേ. അടക്കമെല്ലാം കഴിഞ്ഞ് കേമമായിട്ട് അടക്കമെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ എല്ലാവരും മുറ്റത്ത് കസാര ഇട്ടിരിക്കുക. ആരും മിണ്ടുന്നുമില്ല, ആരും പോകുന്നുമില്ല. ജോയിക്കുട്ടി പോകുന്നിടത്ത് വേഗക്കുട്ടിരിക്കുക, വേഗക്കുട്ടി പോകുന്നിടത്ത് കറിയാക്കുട്ടി ഇരിക്കുക. ആരും ഇത് പറയുന്നുമില്ലോട്ട് പോകുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ വക്കീൽ വന്നു. പുള്ളിക്കറിയാമായിരുന്നു, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും വേണം. ഇരുത്തി വക്കീൽ കൂടെയുള്ള പുള്ളി ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്ന് തുറന്ന് വായിച്ച് കേൾപ്പിച്ചു. 5 മക്കൾക്കും കൃത്യമായിട്ടാണ് എഴുതി വച്ചേക്കുന്നത്. 1/2 സെൻറ്റ് കൂടുതലുമില്ല, കുറവുമില്ല. അതും കൊച്ചമ്മയുടെ കാലശേഷം. അങ്ങനെയുള്ള അല്ല, നിങ്ങൾക്ക് ഇപ്പം യോഗത്തിന് വന്നുകൊണ്ട് അത് ബുദ്ധിയായേ ഇല്ലേ? യോഗത്തിന് വന്ന ഗുണമായില്ലേ? മൊത്തം എഴുതി കൊടുത്തെങ്കിൽ ഇനിയിപ്പം അല്ല, ഇപ്പം ഏതാണ്ട് വേറെ വകുപ്പുണ്ട്, തിരിച്ചെഴുതിക്കാനും ഏതാണ്ടുണ്ട്. മനുഷ്യ അങ്ങനെ കണ്ടില്ലേ? ഉണ്ട്. ഭാരപ്പെടുകയൊന്നും വേണ്ട, പോകാൻ വഴിയുണ്ട്. കാരണം ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിരാശപ്പെടരുത്, കർത്താവ് വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവൻ നിങ്ങളെ കാക്കും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അധർമ്മം പെരുകുകയല്ലേ, അന്ത്യകാലമല്ലേ, എല്ലാം സ്വാർത്ഥതയാ. സ്വസ്നേഹികളെന്നാണ് എഴുതിയേക്കുന്നത്. എൻ്റെ കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേര്, വേറൊന്നും വിഷയമല്ലല്ലോ. ഇനി എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേര് ഒന്നും ചിലക്കില്ല, ഞാൻ എൻ്റെ കാര്യം. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും ഭാര്യ പറഞ്ഞതോ എനിക്കും പിള്ളേർക്കും ഇനി, അവൻ പോയതല്ല വിഷയം. ജീവിച്ചിരിക്കുമ്പോൾ പറയും നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക്, എന്നാൽ നീ കുറച്ച് നാളോട് ഇരിക്കുന്നല്ല പറയുന്നേ. മിണ്ടുന്നില്ല. നിങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞാനും പിള്ളേരും നിങ്ങൾക്കൊന്നും അറിയാൻ മേല. സ്തോത്രം. എന്നാൽ തിരിച്ചൊന്ന് പറ, ദീർഘായുസ് തരും, ഒരു കുഴപ്പവും വരികയല്ല, ദൈവം അച്ചായനെ ബലപ്പെടുത്തുക, അങ്ങനെ പറ. ഇത് അതല്ല പറഞ്ഞത്, നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ
പക്ഷേ അവൾ കൂടെ കൂടെ പറയുന്ന കാര്യമാണ് പാസ്റ്റർ പറയുന്നത്. അല്ല, ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തോന്നുക ആർക്കും ഒരു ദോഷവും വരികയില്ല. പക്ഷെ ഇവിടെ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരെല്ലാം സ്വാർത്ഥതക്കാരാ. അതുകൊണ്ട് ഞാൻ കയറി ഇത്രയും പറഞ്ഞതുള്ളൂ. വിട്ടേക്കാം, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. ദൈവം പകുത്തു. നമ്മൾ പകുക്കാൻ പോകണ്ട, നമ്മൾ ഒരു നടപടി എടുക്കാൻ പോകണ്ട. ദൈവകരങ്ങളിലോട്ട് കൊടുത്താൽ മതി, ദൈവം അത് ചെയ്യും. അപ്പൊ ആ വിഷയത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ലേവിയെ ശപിച്ചു. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതൻ, മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. അപ്പൊ ലേവിയെ ശപിച്ചു പിരാഗി. എൻ്റെ ഭാഷയപ്പം ഞാൻ ലേവി യോഗം വെച്ചാൽ പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവനെ വിളിക്കുകയും ചെയ്യരുത്, യവൻ്റെ യോഗത്തിന് നമ്മൾ അങ്ങനെ ചില സഭക്കാരും ഒക്കെ ഉണ്ട്. അപ്പുറം ഒരു കൺവെൻഷൻ വെക്കുമ്പോൾ ഉടനെ ഇവിടെ യോഗം വെക്കുക. അതിൻ്റെ കാര്യം എന്നാ? അങ്ങോട്ട് പോകാതിരിക്കാനാ. ഈ ഗുണമുള്ള കേസല്ല. എടാ, ദേശത്ത് ആരും ആയിക്കോട്ടെ ഒരു യോഗം വെക്കുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാ ഒരു ദൈവവൈതലിന് ഭൂഷണം. അങ്ങനെ ചെയ്യാവൂ. സ്തോത്രം. ഈ ദേശത്താരും ആകട്ടെ, ചർച്ചക്കോടാകട്ടെ, IPC ആകട്ടെ, അസംബ്ലീസ് ഒക്കെ ആകട്ടെ, ഷാരോൻ ആകട്ടെ, സ്വതന്ത്ര പെന്തിക്കോസ് ആകട്ടെ, ദേശത്തെ യേശുവിൻ്റെ നാമമല്ലേ ഉയർത്തുന്നേ. ദേശത്തൊരു യോഗം വെക്കുമ്പോൾ നമ്മുടെ ആ ഏരിയയിലൊരു യോഗം ഉണ്ടെങ്കിൽ അന്നേരം യോഗം വെക്കരുത്, എല്ലാവരും കൂടെ ചെന്ന് സഹകരിക്കണം. സ്തോത്രം. ഇതൊക്കെയാ ദൈവമക്കൾക്ക് യോഗ്യത. സ്തോത്രം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ യോഗത്തിന് പോകുകയും ചെയ്യരുത്, നമ്മുടെ യോഗത്തിന്. അന്ന് മുതൽ ഈ ലേവി യോഗം വെച്ചാൽ ഇവരാരും പോകുകയല്ല. ഇവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തില്ല. പക്ഷെ ലേവി എതിർത്തില്ല, ഉടക്കിയില്ല, പ്രശ്നം ഉണ്ടാക്കാൻ പോകില്ല. എൻ്റെ ഭാഷ പറഞ്ഞ ലേവി അന്ന് മുതൽ ദൈവസന്നിധിയിൽ ജാഗരിക്കാൻ തുടങ്ങി. കർത്താവ് പോഷത്വങ്ങളൊക്കെ ഉണ്ട്, കുറവുകളൊക്കെ ഉണ്ട്. വാളെടുത്ത് വെട്ടാൻ പോയി. അപ്പനോട് അനുവാദം ചോദിക്കാതെ ക്ഷിപ്രകോപത്താലെ ആത്മസംയമനം എല്ലാവരും ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഇല്ലെന്നൊന്നും പറയുന്നില്ല. ലേവി പറയുക, അത് മൗനമായിട്ട് അതാ വെളിപ്പെടുത്തുന്നത്. തെറ്റുപറ്റി, പോഷത്വം വന്നു. ശിമിയോനെ കൂട്ടുപിടിച്ച് ഞാൻ വേദനപ്പെട്ടിരുന്നവരെയാ വെട്ടിക്കൊന്നത്. തെറ്റി. അതുകൊണ്ടാണല്ലോ അപ്പൻ മരിക്കുന്നതിന് മുന്നേ എന്നെ പ്രിയാഗി. ഞാനതിനെ എതിർക്കുന്നില്ല, ഞാനതിന് യോഗ്യന. പക്ഷേ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം, എൻ്റെ കുറവുകൾ ക്ഷമിക്കണം, എൻ്റെ പാപം ക്ഷമിക്കണം. അവിടുന്ന് എനിക്ക് ഒരവസരം തരണം. ഇതിനകത്ത് കയറിപ്പറ്റാൻ, ഇതിനകത്തൊന്ന് കയറിപ്പറ്റാൻ എനിക്കൊരവസരം തരണം. ലേവി അന്ന് മുതൽ ദൈവസന്നിധി മുട്ടിപ്പായിട്ട് കരകയാ. കർത്താവെ, തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്, എന്നെ ത്യജിക്കരുത്, എന്നെ വിട്ടുകളയരുത്, എന്നെ ആട്ടിക്കളയരുത്. എനിക്ക് ഒരു അവസരം നീ തരണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഏറെ നാളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഈ പ്രാർത്ഥന കേട്ടു. മോശ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ മറ്റ് 10-11 ഗോത്രങ്ങൾ സ്തോത്രം ഉഴപ്പി നിന്നപ്പോൾ ലേവി, എൻ്റെ ഭാഷയാ, ലേവി കണ്ണു കാണിച്ചു. എടാ, നാളുകളായി പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയാ. ദൈവം അവസരം തരിക, സമയം തക്കത്തിൽ ഉപയോഗിക്ക്. ചേടി അകത്ത് കയറാൻ പറഞ്ഞു. ലേവി ക്ഷണത്തിൽ മോശയുടെ അടുക്കൽ വന്നു. അടുക്ക വന്നപ്പോൾ മോശ ദൈവാലോചനയാൽ പറഞ്ഞു, ഇനി അപ്പനെന്നോ അമ്മയൊന്നൊന്നും നോക്കണ്ട, വാളെടുത്ത് വെട്ടാൻ പറഞ്ഞു. എൻ്റെ ഭാഷയെ പറഞ്ഞ ഇവന്മാർ യോഗത്തിന് വിളിക്കാത്തതിൻ്റെ അരിജോ ഉണ്ട്. അതിൻ്റെ ഒരു ചൊരുക്കുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരറ്റം മുതൽ അങ്ങ് അറിയാൻ തുടങ്ങി. വാളെടുത്ത് വെട്ടി നല്ല കീച്ച് അറിഞ്ഞ്, എൻ്റെ ഭാഷ പറഞ്ഞ് അറിഞ്ഞങ്ങ് പിടിപ്പിച്ചു. ഒരു നിര അങ്ങ് നിരത്തി. 3000 എണ്ണം യഹോവയുടെ പക്ഷത്ത് നിന്ന് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിച്ച സംഭവം നിങ്ങൾക്കറിയാം. അത് ഏത് വിധത്തിലാന്ന് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശ പറഞ്ഞിട്ടുണ്ട്. വായിച്ചു, അറിവുള്ള വാക്യമാ. അതിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമല്ലേ? ആവർത്തനം 32-ന്റെ 8 33-ന്റെ 8 ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത് 8. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു അടുത്തത്, നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു അടുത്തത്. നീ മസകിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തിങ്കിൽ പോരുകയും ചെയ്തവന്റെ അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച്
ഞാൻ അവനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഈ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിച്ച് വാളെടുത്ത് നിന്നിട്ട് ഇവൻ അപ്പനെന്നോ അമ്മയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് നിന്നപ്പോൾ അപ്പനാണോ അമ്മയാണോ പെങ്ങളാണോ അളിയനാണോ ഒന്നും നോക്കിയില്ല. അപ്പനെന്നും അമ്മയൊന്നും കണ്ടില്ല. പിന്നെ സഹോദരന്മാരെ ആ വിഷയത്തിൽ ആദരിച്ചല്ലയോ കാളക്കുട്ടി ഉണ്ടാക്കി എൻ്റെ ഉപ്പാപ്പന അല്ലെ എൻ്റെ ചേട്ടന അവനിട്ട് എങ്ങനെ വെട്ടുന്ന കണ്ണടച്ച് പിടിച്ച് വെട്ടി സഹോദരന്മാരെന്നും അവൻ പിന്നെ സ്വന്തം മക്കളെന്നും അവൻ ഓർത്തില്ല. പിന്നെ നിന്റെ വചനം പ്രമാണിച്ചു നിയമം കാത്തു നിർത്തിക്കേ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വാളെടുത്ത് അപ്പനെന്ന് ഓർത്തില്ല, അമ്മയെന്ന് ഓർത്തില്ല, സഹോദരന്മാരെന്ന് ഓർത്തില്ല, സ്വന്തം മക്കളാണെന്ന് ഓർത്തില്ല. വചനം പ്രമാണിച്ച് നിയമം കാത്തു. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, ശുശ്രൂഷയ്ക്കായിട്ട് സ്റ്റേജിൽ കയറിയാൽ അപ്പനാണെന്ന് നോക്കണ്ട, അമ്മയാണെന്ന് നോക്കണ്ട, മക്കളാണെന്ന് നോക്കണ്ട, സഹോദരനാ സഹോദരിയാ ഭാര്യയുടെ അനിയത്തിയാ ചേടത്തിയാ അമ്മാച്ചനാ ഉപ്പാപ്പനാ കുടുംബത്തിലെ ഇതൊന്നും ശുശ്രൂഷയിൽ വിഷയമല്ല. ഇത് കഴിയുമ്പോൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തോണം. പക്ഷേ ശുശ്രൂഷ ദൈവികമാ. ശുശ്രൂഷയിൽ ബന്ധമൊന്നുമില്ല. അളിയനാ ഉപ്പാപ്പനാ കൊച്ചപ്പനാ എൻ്റെ ഏട്ടനാ എൻ്റെ കസിനാ ആ കുന്തം വചനം പ്രമാണിക്കണം, നിയമം കാക്കണം. ലേവി അത് കാത്തു. ലേവി നിയമം കാത്തു, വചനം പ്രമാണിച്ചു. ദീർഘനാളുകളായി പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഒരു സമയം തരണം, എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്, എനിക്ക് അവസരം തരണം. ദൈവം പ്രാർത്ഥന കേട്ടു. മോശയെ കൊണ്ട് ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരാൻ. ചാടിക്കേറി ഒരറ്റം മുതൽ അങ്ങോട്ട് വെട്ടി. ഈ ശുശ്രൂഷ ദൈവം അങ്ങ് അംഗീകരിച്ചു. ഈ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചെന്ന്. ദൈവം അംഗീകരിച്ചത് കൊണ്ട് പിന്നെ വിനേകാസിന്റെ കാര്യമൊന്നും എടുക്കുന്നില്ല, ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ദൈവം ഒരു പ്രമാണം കൊടുത്തു, ഇനി ലേവി ആയിരിക്കും ശുശ്രൂഷിക്കുന്നത്. ഈ ശുശ്രൂഷ ദൈവം അങ്ങ് അംഗീകരിച്ചു. എന്റെ ഭാഷ പറഞ്ഞ യുവമാരും ലേവിയെ ശുശ്രൂഷയ്ക്ക് വിളിക്കത്തില്ലായിരുന്നു. ആണ് ഇവന് അപ്പം രാഗിയതല്ലേ, കായ്ക്ക് തൊടിക്കുകയല്ലായിരുന്നു. ലേവി ഉടക്കാനൊന്നും പോയില്ല, മുട്ടയിലിരുന്നു. സമയത്ത് വിളിച്ച് യഹോവയുടെ പക്ഷത്ത് വരാൻ ലേവ്യൻ ചിന്തിച്ചു, യുവന്മാരും കായ്ക്ക് തൊടിക്കുന്നില്ല, പിന്നെ ദൈവത്തിന്റെ പക്ഷത്ത് അങ്ങ് നിന്നേക്കാം. യുവന്മാരും കായ്ക്ക് തൊടിക്കുന്നുമില്ല, മിണ്ടുന്നു. എന്നാ പിന്നെ ഇനിയും അറ്റ കായ്യ ദൈവത്തിന്റെ പക്ഷത്ത്, ദൈവത്തിന്റെ പക്ഷത്തോട്ട് കയറി. അപ്പൊ സ്വർഗമേളിൽ നോക്കിയാടെ എന്റെ പക്ഷത്ത് നിൽക്കാൻ ഒരുത്തനുമില്ലേ. നോക്കിയപ്പോ ആണ്ടെ ക്ഷിപ്രകോപിക ആത്മസംയമനം ഇല്ലാത്തവനായിരുന്നു, എടുത്തിയാട്ടമൊക്കെ ഉള്ളവനാ. പക്ഷെ അവനാണ്ടിപ്പോ എന്റെ പക്ഷത്ത് നിൽക്കുന്നു. തമ്പുരാനൊക്കെ കൃപ ചൊരിഞ്ഞു. ദൈവം കൃപ ചൊരിഞ്ഞു. യവന്റെ മണ്ട ദൈവത്തിന്റെ കൃപ ചൊരിഞ്ഞു പറഞ്ഞ് വെട്ടിക്കോളാൻ പറഞ്ഞു. നല്ല ഉത്സാഹത്തോടെ വെട്ടി. അപ്പനെന്ന് നോക്കിയില്ല, അമ്മയെന്ന് നോക്കിയില്ല, ഉപ്പാപ്പന് നോക്കിയില്ല, മക്കളെന്നൊന്നും നോക്കിയില്ല. ഉപദേശം പ്രമാണം അനുസരിച്ച് അങ്ങോട്ട് വെട്ടി. അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞ അടുത്ത വാക്യം വായിച്ചേ മാമേ, അടുത്ത വാക്യം വായിരേ. പിന്നെ ലേവ്യ പുസ്തകത്തിലാണ് വായിച്ചുകൊണ്ടിരുന്നത്. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിയമം കാത്തുകൊള്ളുക. അതുകൊണ്ട് ലേവിയോട് എന്നാ പറഞ്ഞ അടുത്ത വാക്യം? കളി മാറി, കളം മാറി. ഈ പ്ലേറ്റ് നേരെ തിരിക്കുക. ഒരു കാര്യം ചെയ്യ്, 49:5 പറഞ്ഞത് ഇവന്റെ യോഗത്തിന് കൂടരുത്, അവന്റെ മന്ത്രണത്തിലൊന്നും. ദൈവം ഇപ്പൊ തിരിച്ചു പറയുക, ഇനി ലേവി അവർ യാക്കോബിന് നിന്റെ വിധികളും തിരിച്ചു, ശാപത്തെ തിരിച്ചു കൊണ്ടുവരിക. 49:5 പ്രാഗിയത് തിരിച്ചടിക്കുക. നേരത്തെ 11 ഗോത്രക്കാർ ലേവിയെ പരിഹസിച്ചു. ലേവി തീർന്നു, ഇനി ഒരു ശുശ്രൂഷയ്ക്ക് ഇവനെ കൊള്ളത്തില്ല, കേറ്റത്തില്ല, കായ്ക്ക് തൊടിക്കത്തില്ല. ഇതോടെ തകർന്നു, തീർന്നു. ലേവി മിണ്ടാൻ പോയില്ല. ലേവി മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു ദൈവസന്നിധി കരഞ്ഞപ്പോ തമ്പുരാൻ തേണ്ട തിരിച്ചു പറഞ്ഞ, ഇനി ഒരു കാര്യം, ലേവി ആയിരിക്കും നിങ്ങളെ 11 ഉപദേശിക്കുന്നേ. നേരെ തിരിച്ചടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിച്ചേ അമ്മാമേ. അവരായിരിക്കും നീ വിധിക്കുന്നത്, അവരാണ് നീ വിധിക്കുന്നത്. എന്തായാലും വിഷയമുണ്ടായി നീ നേരെ ലേവിയുടെ ചെല്ലണം. അവനായിരിക്കും നീ വിധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർ യാക്കോബിന് നിന്റെ വിധികളും
അവരായിരിക്കും ഇനി ഉപദേശിക്കുന്നത്. സ്തോത്രം. മാത്രമാണോ? അടുത്ത വാക്യം വായിര്. ഞാൻ അവന്റെ ദുർഗന്ധത്തെ മാറ്റാൻ പോവുക. സ്തോത്രം. നിങ്ങളെല്ലാം പറഞ്ഞ അവന് ദുർഗന്ധമാണെന്നല്ലേ? അവന്റെ ദുർഗന്ധത്തെ ഞാൻ സുഗന്ധമാക്കാൻ പോവുക. എടാ 34-ാം അധ്യായത്തിന്റെ 30-ൽ അപ്പം പറഞ്ഞ നാറ്റിച്ചെന്നാ. ആ നാറ്റക്കേസ് മാറ്റി വെച്ച് പറയാ സുഗന്ധമാക്കുക. പ്രൈസ് ദി ലോർഡ്. 34-ന്റെ 30 പറഞ്ഞത് നാറ്റിച്ചു. അപ്പം പറഞ്ഞതാ നിങ്ങൾ എന്നെ ഈ ദേശത്ത് നാറ്റിച്ചു. നാറ്റിച്ച വിഷയത്തെ തമ്പുരാൻ സുഗന്ധമാക്കി. പ്രൈസ് ദി ലോർഡ്. നിന്റെ നാട്യത്തെ ദൈവം സുഗന്ധമാക്കി തീർക്കും. നിന്റെ അപമാനത്തെ ദൈവം മാനമാക്കി തീർക്കും. നിന്റെ ഗടുതികളെ ദൈവം അടിച്ചു മാറ്റും. നിന്റെ പ്രശ്നത്തിന് ദൈവം പരിഹാരം വരുത്തും. ഇന്ന് രാത്രി വിടുതലേറ്റെടുക്ക്. വചനത്തിന്റെ വിടുതൽ. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നിന്റെ നാറ്റത്തെ മാറ്റി സുഗന്ധ ധൂപമാക്കി ദൈവം തീർക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവത്തിന് വചനത്തിൽ ബലപ്പെട്. 34-ന്റെ 30-ൽ അപ്പം പറഞ്ഞ് നാറ്റിച്ചെന്ന്. ഇപ്പൊ നേരെ പറയാ അവരെങ്ങനായിരിക്കും? സുഗന്ധമാക്കി. എങ്കത്തി മുന്തിരി തടങ്ങളിൽ വിലചീടും മൈലാഞ്ചി പൂങ്കുലയ്ക്കു തുല്യൻ എന്റെ വല്ലഭൻ. എങ്കതി മുന്തിരി തടങ്ങളിൽ വിലചീടും മൈലാഞ്ചി പൂങ്കുലയ്ക്കു തുല്യൻ. എങ്കതി മുന്തിരി തടങ്ങളിൽ വിലചീടും മൈലാഞ്ചി പൂങ്കുലയ്ക്കു തുല്യൻ എന്റെ വല്ലഭ. സൗരഭ്യവാസന തൂകിടുന്നിതാ. സൗരഭ്യവാസന തൂകിടുന്നിതാ. എന്നാശയെന്നു എന്റെ രക്ഷിതാവിലകയാൽ എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. എന്നാശയെന്നു എന്റെ രക്ഷിതാവിലകയാൽ എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. ചെറുമാനിൻ കാലയ്ക്കുമൊത്ത പോലെ എൻ പ്രിയ ചെറുകുന്നു മലക ചാടിയോട് കുതിച്ചു വരുന്നിതാ. ചെറുമാനിൻ കാലയ്ക്കുമൊത്ത പോലെ എൻ പ്രിയ ചെറുകുന്നു മലക ചാടിയോട് കുതിച്ചു വരുന്നിതാ. നോക്കിയിടുന്നിതാ കിളിവാതിൽ വഴി. നോക്കിയിടുന്നിതാ കിളിവാതിൽ വഴി. എന്നാശയെന്നു എന്റെ രക്ഷിതാവിലകയാൽ എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. എന്നാശയെന്നും എന്റെ രക്ഷിതാവിൽ എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. കാട്ടുമരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ കൂട്ടുസഖിമാർ തൻ നടുവിലൻ പ്രിയനിതാ. കാട്ടുമരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ കൂട്ടുസഖിമാർ തൻ നടുവിലൻ പ്രിയനിതാ. ഓ കാട്ടുമരങ്ങൾക്കിടയിൽ നല്ല നാരകം പോലെ കൂട്ടുസഖിമാർ തൻ നടുവിലൻ പ്രിയനിതാ. ചന്ദ്രതുല്യമായി ശോഭിച്ചിടുന്നു. ചന്ദ്രതുല്യമായി ശോഭിച്ചിടുന്നു. എന്നാശയെന്നു എന്റെ രക്ഷിതാവിലാകെ
എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുമേ. എന്നാശയെന്നു എന്റെ രക്ഷിതാവിൻ. ഓ എന്നാശയെന്നു എന്റെ രക്ഷിതാവിലാകെ ഉറി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി പുസ്തകം 34:30 നാറ്റിച്ച വിഷയം ആവർത്തനം 33:8-9 വന്നപ്പം സുഗന്ധമാക്കി. നീ അല്പസമയം വെയിറ്റ് ചെയ്താൽ മതി. സ്തോത്രം. ശാപത്തെ അനുഗ്രഹമാക്കി തരും. സ്തോത്രം. ദൈവത്തിന് അരനിമിഷം പോരെ. എന്നിട്ട് ലേവിയെ പറ്റി പറയുക, ഇവര് സുഗന്ധധൂപം. പിന്നെ അടുത്ത വാക്യം വായിച്ചേ. അവനായിരിക്കും നീ യാഗം കഴിക്കുന്നത്. നിന്റെ ഒന്നും യാഗത്തിൽ എനിക്കിനി അങ്ങോട്ട് കൊടുത്താൽ മതി, അവൻ കഴിക്കും. അടുത്തത്, യഹോവേ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ചോ? ധനത്തെ 12 ഗോത്രം. ഒരു പോംവഴിയാ. ധനത്തെ അനുഗ്രഹിച്ച 12 ഗോത്രം ദശാംശം കൊടുക്കണം. പ്രമാണമാണ്. നമുക്ക് ദശാംശമല്ല, പിന്നെ മിക്കവാറും ദശാംശം തന്നെ കൊടുക്കുന്നില്ല. പിന്നെ അതിന് ഓഹരിയായിട്ട് തള്ളിക്കൊണ്ട് വരുന്നത്. ദശാംശം എടുക്കാം. ദശാംശം എന്ന് പറഞ്ഞാൽ ദശാംശം 10-1. ഉദാഹരണമാണ്. 100 രൂപ ദശാംശം 10 രൂപ. 12 ഗോത്രം 100 രൂപ ഓരോരുത്തരുടെ കയ്യിൽ. ദശാംശം എത്ര വരും? 120. ദശാംശം ആർക്കുള്ളതാ? ലേവിക്ക്. ചുമ്മാ ഇരിക്കുമ്പോഴോ? ലേവി ചുമ്മാ ഇരിക്കുമ്പോൾ കിട്ടുന്നതാണോ? ലേവിയുടെ ജോലി എന്നാന്ന് ഞാൻ തെളിയിക്കാം. ചുമ്മാ അതല്ല, മനസ്സിലിരിപ്പിതാ. ചുമ്മാ ഇരിക്കുമ്പോ ചുമ്മാ ഇരിക്കുക. ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടായി ഫ്രണ്ടി വന്ന് ചുമ്മാ ഇരിക്കുക. ഞാൻ ദേവിക്ക് എന്തെല്ലാം പണിയുണ്ടെന്നറിയാവോ? അല്ല, ചിലക്കൊരു ധാരണയുണ്ട്, ഉപദേശമാര് ചുമ്മാ നല്ല ഏലായി. എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം എനിക്കറിയാം. അദ്ദേഹം അതുപോലെ തന്നെ. ശരിക്കും ഉറങ്ങാൻ പോലും ചിലപ്പോൾ നേരം കിട്ടുന്നില്ല. ഞാനാന്ന് എൻ്റെ ഒരു, നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല, ഞാൻ എൻ്റെ സമയം ഞാൻ കളയത്തില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഉറങ്ങുന്ന സമയമേ എനിക്ക് പോകുന്നുള്ളൂ. ഞാൻ വെളുപ്പിനെ എഴുന്നേക്കും, സ്തോത്ര പ്രാർത്ഥന കഴിയും, പിന്നെ അത് കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയുണ്ട്, അത് കഴിയും. ചിലപ്പം രാവിലെ ഒത്തിരി വൈകിട്ട് നടക്കാൻ പോകും, അത്യാവശ്യമാണ്. കഴിവിൻ്റെ പരമാവധി ദുഃഖഭവനങ്ങൾ ഞാൻ പോകും. ഒരു നോക്കെന്തെങ്കിലും കണ്ട് ഒരു വാക്കെങ്കിലും പറയാം. യോഗങ്ങളും മുടക്കുകയല്ല. പ്രായമുള്ളവരെയൊക്കെ കാണാൻ ഞാൻ പോകും. എല്ലായ്പ്പോഴും ചിലപ്പോൾ ഒത്തൊന്ന് വരികയല്ല, സമയം കളയത്തില്ല. പിന്നെ കിട്ടുന്ന സമയമൊക്കെ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കും. ചിലപ്പോൾ വണ്ടിക്കകത്തിരുന്നായിരിക്കും പ്രാർത്ഥന. വണ്ടി ദൂരയാത്രയാണെങ്കിൽ ഇഷ്ടം പോലെ സമയം കിട്ടും പ്രാർത്ഥിക്കാൻ. അവൻ വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു, അന്നേരം എല്ലാവരും വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കും. സമയം കളയത്തില്ല. പിന്നെ ചുമ്മാ ഇരുന്ന് കാശ് മേടിക്കുന്ന അമ്മാമ്മയുടെ ചിന്ത, അത് തെളിയിക്കാം. ഇപ്പം ഒത്തിരി ഒന്നും അറിയത്തില്ലെങ്കിൽ 5-6 വാക്കിലും കാണാതെ പഠിക്കണ്ടേ? നിങ്ങളെപ്പോലുള്ളവരാ വായിച്ചു തരുന്നത്. ഇച്ച പഠിച്ചാൽ നിങ്ങൾ വെച്ചേക്കുമോ? അപ്പോൾ അത് തിട്ടം വേണ്ടേ? പിന്നെ ചുമ്മാ ഇരിക്കാമെന്നോ? പിന്നെ ഈ പാട്ടൊക്കെ തെറ്റാതെ പാടണ്ടേ? ചുമ്മാ ഇരിക്കാമെന്നോ? സ്തോത്രം.
അവിടെ ഞാൻ എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല. അപ്പം ഇത് ലേവിക്ക് ദൈവം അവൻ്റെ ധനത്തെ അനുഗ്രഹിക്കണം. 12 ഗോത്രങ്ങൾ 10 രൂപ വെച്ചുകൊണ്ട് ഉദാഹരണമാണ് കൊടുത്തപ്പം പിന്നെ ആലയത്തിൽ എത്ര വന്നു? 120. ലേവിക്ക കൊടുത്തവൻ എത്രയുണ്ട്? 90. അമ്മാമ്മയുടെ ഭാഷ പറഞ്ഞാൽ ചുമ്മാ നിന്നവന് അല്ല, ചുമ്മാ നിൽക്കുന്നെന്ന് പറഞ്ഞെങ്കിലും എതിർക്കുന്നില്ല. ഒത്തിരി കരഞ്ഞതാ, ഒത്തിരി പ്രാർത്ഥിച്ചതാ. ഇപ്പം നിന്ന് 120 മേടിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ലാതിരുന്ന് ഇവരാരും കായ്ക്ക് തൊടിയിക്കാതെ, ഇവന്റെ യോഗത്തിന് ചേരാതെ, അവരുടെ യോഗത്തിന് വിളിക്കാതെ, അത് സ്വർഗം കണ്ടു. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന് വേണ്ടി നിവരെ നിന്നാൽ ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. ദൈവം ഉയർത്തും. ഞാൻ ചിലരിനോട് ചോദിക്കും, പിന്നെ പറയുന്നത് മോശമാണ് ആട്ടെ, വേണ്ട, വെറുതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ആ ഭാഗം വിടുക, വേണ്ട, വെറുതെ. ലൈവാന്ന് എല്ലാം നോക്കിയിരിക്കുക, വെറുതെ ഉള്ള ഇങ്ങനെ കഴുകം കണ്ണുമായിട്ടായിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, ഒറ്റ കാര്യം. ഞാൻ മറ്റുള്ളവരെ ആരെയും വിധിക്കുകയല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, പ്രയാസപ്പെടരുത്. പുള്ളി അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയല്ല, ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത് കേട്ടോ. ചിലനോട് ചോദിക്കും, വീട് വെച്ചില്ലയോ, വസ്തു മേടിച്ചില്ലയോ, എന്നെ വെക്കാത്തെ? എനിക്കെന്നെ വെക്കാൻ അറിയാൻ മേലായിട്ടാണോ? വെച്ചതിന് ഞാൻ എതിർക്കുകയല്ല, അത് സാഹചര്യം അനുസരിച്ച് ചെയ്തോണം. പക്ഷെ ഞാൻ എന്നെ കൊണ്ടങ്ങോട്ട് ഒക്കുന്നില്ല. ഇപ്പം അത്ര പറയുന്നുള്ളൂ. വെച്ചത് തെറ്റാന്നോ പാപമാണോ ചെയ്യരുതെന്നല്ല, ഞാനിതിനെ എതിർക്കുന്ന ആളല്ല. പക്ഷെ എൻ്റെ ചെറിയ അനുഭവത്തിൽ അങ്ങോട്ട് പറ്റുന്നില്ല. അതിന് കാരണം കൂടെ പറയാം. ഞാനിങ്ങനെ പല കാര്യം നോക്കുമ്പോഴെല്ലാം പലരും അർഹതപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. വീട് വെച്ചത് തെറ്റാന്നോ പാപമാണോ നിങ്ങൾ വെക്കരുതെന്നല്ല എൻ്റെ വാദം. അത് വെക്കണമെന്നാണ് എൻ്റെ വാദം. അനേക ദൈവദാസന്മാർ എന്ത് ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാനും കാണുന്നു. ഈ കുമ്പനാട്, റാന്നി, നെല്ലിക്കാമണ്ണ് സൈഡ്, പിന്നെ അങ്ങനെ പെന്തിക്കോസുകാർ കൂടുതലുള്ള ഏരിയ ഉണ്ടല്ലോ, കൊട്ടാരക്കര, അടൂര്, മിക്ക എത്രയോ വീടുകളാണ് വെറുതെ കിടക്കുന്നത്. വിശേഷിച്ച കുമ്പനാട് സൈഡിലൊക്കെ ഏക്കർ കണക്കിന് വസ്തുവും വീടും ഇഷ്ടം പോലെ. എത്രയോ ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവമക്കൾ വീടില്ലാതെ കയറി കിടക്കാൻ ഇടമില്ലാതെ ഞരങ്ങുന്നു. ഞാൻ ഈ പെന്തിക്കോസുകാരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടും പറയും, നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണ്ട, കുറച്ചുകൂടെ ഒന്ന് വില കുറച്ച് 10 ദൈവമക്കൾക്ക് കൊടുത്താൽ, അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും പിന്നെ എവിടെ UK ഒക്കെ ഉണ്ടല്ലോ, ആട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അവിടെ ഇരിക്കുന്നവരെ ദൈവം മാനിക്കട്ടെ. ഏതായാലും അപ്പനും അമ്മയൊക്കെ ഇനി അങ്ങോട്ട് പോയാൽ അതുങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയില്ല, കൊച്ചുങ്ങളൊട്ടും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എത്രയോ 100 കണക്കിന് ദൈവമക്കൾ 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാതെ ഭാരപ്പെടുന്നു. ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും പറയത്തില്ല, കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. ഇനി ചിലക്കത് ഒക്കത്തില്ലെങ്കിൽ അല്പം വില കുറച്ച് കൊടുക്ക്. അതിൻ്റെ കാരണം പറയാം. അങ്ങനെ കൊടുത്താൽ 10 ദൈവമക്കൾ അവിടെ വന്ന് പാർക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും ഉയരുമല്ലോ. അതല്ലാതെ മറുവിധത്തിലാ പോകുന്നെങ്കിൽ പാട്ടും പ്രാർത്ഥനയും സ്തോത്രമല്ല ഉയരാൻ പോകുന്നത്, വേറെ പലതും ഉയരും. അതെല്ലാം ഇപ്പം എനിക്ക് പറയാനൊക്കത്തില്ല. അല്ല, ഇപ്പം തുടങ്ങി കുറച്ച് കാലം കൂടെ കഴിയട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ ആരാധനയും പ്രാർത്ഥനയും തമ്പേറടി നടന്ന വീട്ടിലൊക്കെ ആ വീട് ചിലപ്പോൾ പൊളിച്ചേച്ച് അവിടെ വേറെ പലതും ഉയർന്നു വരും. അതിനിട വരുത്തരുതെന്നാ എൻ്റെ പക്ഷം. ഇപ്പം അത്രയോ പറയുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം.
ലേവിയുടെ ധനത്തെ ദൈവം അനുഗ്രഹിച്ചു. പിന്നെ അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണം. ചുരുക്കി പറഞ്ഞാൽ, സമയം ലേവി തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ ഇവന്റെ ശാപത്തെ അനുഗ്രഹമാക്കി, ഇവന്റെ ദുർഗന്ധത്തെ സുഗന്ധമാക്കി. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കും, നിന്റെ ദുർഗന്ധത്തെ ദൈവം സുഗന്ധമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. സമയം നഷ്ടപ്പെടുത്തി കളയരുത്, അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. അവൻ ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ആരാധിക്കണം, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യുവാൻ അവസരം കിട്ടുമ്പോൾ സ്തോത്രം ചെയ്യണം, കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ അവസരം കിട്ടുമ്പോൾ കൊടുക്കണം, ഓടി നടന്ന് വേല ചെയ്യുവാൻ ആക്കമുള്ളപ്പോൾ ഓടി നടന്ന് വേല ചെയ്യണം, ലഘുലേഖ കൊടുക്കാൻ അവസരം കിട്ടിയാൽ ലഘുലേഖ കൊടുക്കണം, പരസ്യോഗം നടത്താൻ അവസരമുണ്ടെങ്കിൽ പരസ്യോഗം നടത്തണം, തിരുവചനം പറയുവാൻ സാവകാശങ്ങൾ ലഭിച്ചാൽ വചനം പറയണം, വീടുകളെ കയറി സുവിശേഷം പറയുവാൻ അവസരം ലഭിച്ചാൽ നഷ്ടപ്പെടുത്തരുത്. ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവമക്കളെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി സമയം തക്കത്തിൽ രക്ഷപ്പെട്ടു. ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. 2 വാക്യമായിരെ ന്യായാധിപന്മാരുടെ പുസ്തകം 5:18 68 സങ്കീർത്തനം 24 മുതലും പെട്ടെന്ന് വായിച്ചോ. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. ഇനി 68:24 താഴെ. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ടു. എൻ്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള എഴുന്നള്ളത്തെ തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. പിന്നെ ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും. അപ്പൊ സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും എവിടെ ഉണ്ടെന്നാ? അവിടെ സഭായത്തിനുണ്ടെന്ന്. സഭായത്തിന് താമസിച്ചേ വരുവുള്ളൂ, നേരത്തെ പോവുകയും ചെയ്യും. ഇപ്പോഴത്തെ നഫ്താലിയും സെബുലൂനും താമസിച്ച് വന്ന് പമ്മി ഇരിക്കുന്ന കാണാം, കുറുക്കനിരിക്കും പോലെ. ഒടുവിലത്തെ പാട്ട് പാടുമ്പം നീ രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ സെബുലൂനും നഫ്താലിയും ഉണ്ട്. ഇതിന്റെ പശ്ചാത്തല ഭാഗം നിങ്ങൾക്കറിയാം. പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവരിക. ന്യായാധിപന്മാർ 5:18-19 സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളെ തന്നെ. ഇത് വിസ്തരിച്ച് പറയേണ്ടതാ, വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്തിണക്കണം. അതിനിന്നും മുതിരുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. ന്യായാധിപന്മാർ 5-ാം അധ്യായത്തിലെ വിഷയം 4-5 ദബോരയുടെ ചരിത്രം പറഞ്ഞ് സീസരയുമായുള്ള യുദ്ധമാണ്. 900 ഇരുമ്പരഥവുമായിട്ട് സീസര ഇസ്രായേൽ മക്കളെ ദീർഘനാളുകളായി പേടിപ്പിക്കുക. ഇവനെപ്പറ്റി പറയുന്നതെല്ലാം 900 ഇരുമ്പരഥ. ഇവനെപ്പറ്റി എവിടെ പറഞ്ഞാലും അങ്ങനെ 900 ഇസ്രായേലെല്ലാം പേടിച്ചരണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ വിസ്തരിക്കുന്നില്ല. ലപ്പീദോത്തിന്റെ ഭാര്യ ദബോര, ഭർത്താവ് ലപ്പീദോത്ത്, ഭാര്യ ദബോര. അർത്ഥം ഇതാ, തീപ്പന്തോ തേനീച്ചയും. പെമ്പളയുടെ മാപ്പിളയുടെയും പേരിൻ്റെ അർത്ഥം തീപ്പന്തോ തേനി. ഒരു വീട്ടിലാ തീപ്പന്തോ. നമ്മുടെ വീട്ടിൽ തേനീച്ച കണ്ടമാനമുണ്ട്. കുത്തി ഊപ്പാട് നീര് വെച്ച വീർത്തിരിക്കും. ചില സഹോദരന്മാർ എന്നാ പറ്റും, നല്ല കുത്ത് കിട്ടിയതാ. എന്നാൽ നമ്മൾ പറയാം പല്ലെടുത്തതാ, പല്ലെടുത്തോ നല്ല തള്ള കുത്തിയതാ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. തീപ്പന്തോ തേനീച്ച ഒരു വീട്ടിൽ
ഈ സന്ദർഭത്തിൽ 900 ഇരുമ്പുരഥവുമായിട്ട് ഈ സീസരെ ഇവനെ പേടിച്ചു. അപ്പോൾ ദെബോരയെ ദൈവം കയ്യിലെടുത്ത് പറഞ്ഞു, സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിലോട്ട് കൊടുക്കും. പരസ്യമായി. ലപ്പീനോത്തിന്റെ ഭാര്യ ദെബോരയാണ്. വായിച്ച 4:1 അക്കാലത്ത്. അപ്പൊ എടങ്കയ്യനായ യേഹൂദ് അങ്ങ് മരിച്ചു. യേഹൂദ് മരിച്ച ശേഷം ഹസോരിബാണ കനാന്യ രാജാവാകുന്ന യാബീന് വിറ്റെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ ലാഭമൊന്നുമില്ല, അതായി വിറ്റത്. ഒരുമാതിരി പെട്ടവരെയെല്ലാം ദൈവം വിറ്റതാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ ഇവിടെ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് എങ്ങും പോകാതെ വിറ്റു. അടുത്ത വാക്യം വായിരും. 900 ഇരുമ്പുരഥമുണ്ടായിരുന്നു. പിന്നെ അടുത്തത്, അക്കാലത്ത് ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി. അടുത്തത് ദെബോരയുടെ ഈന്തപ്പനയിൽ ആരിയ്ക്കുന്നു? ദെബോര ഇരിക്കുന്നു. അപ്പൊ എത്ര ദെബോര? ഒന്നുകൂടെ വായിര്. ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിലിരിക്കുന്നു. ആരിയ്ക്കുന്നു? ദെബോര ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? അപ്പൊ എത്ര ദെബോര ആയിരിക്കുമെന്നോ? ലപ്പീദോത്തിന്റെ ഭാര്യ ദെബോര എവിടെ ആയിരിക്കുന്നേ? അപ്പൊ അതാരാ? ഒറ്റവാക്കി പറഞ്ഞങ്ങ് വിട്ടേക്കാൻ നേരമില്ല. ഇസഹാക്ക് മരിച്ചു. ഇസഹാക്കിന്റെ ഭാര്യ റിബേക്കായും മരിച്ചു. റിബേക്കായ്ക്കും ഇസഹാക്കിനും 2 പിള്ളേര്. ആരാ? അമ്മാമ്മയ്ക്ക് ആ പിള്ളേരോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. യേശാവും ഒരുത്തൻ ആദ്യം പുറത്ത് വന്ന് ചുമന്നവനാ, മറ്റവൻ അവന്റെ. ഇവന്മാരെ അകത്ത് കിടന്നപ്പോഴും പ്രശ്നമായിരുന്നു. ചിലത് അകത്തും പ്രശ്നമാ, സഭയെ വന്നാലും ഇവൻ പ്രശ്നമാ, ഇട്ടിയപ്പാറ ചെന്നാലും. വിട്ടേക്കാം. അപ്പോൾ ഈ റിബേക്ക മരിച്ചപ്പോൾ യാക്കോബിന് അമ്മയുടെ അടക്കത്തിന് കൂടാൻ ഒത്തില്ല. അന്ന് യാക്കോബ് ബന്ധുവീട്ടില. മൂന്നാല് പെണ്ണുങ്ങളും അതിനടുത്ത കൊച്ചുങ്ങളും നല്ല പറ്റിയ ഒരു അമ്മായിയപ്പനും നല്ല പറവൂക്കോളുള്ള അളിയന്മാരും. അപ്പൊ ഈ അമ്മയുടെ അടക്കത്തിന് യാക്കോബിന് വരാൻ, അങ്ങനെയുള്ള വിദ്വാന്മാർ നമ്മുടെ ഇടയിലുണ്ട്. പറ്റതള്ള മരിച്ച അടക്കത്തിന് വരാൻ സമയം ടിക്കറ്റ് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. ടിക്കറ്റ് കിട്ടുന്നില്ല. ഒരുത്തരോട് ഞാൻ ചോദിച്ചു, പോകുന്നുണ്ടോടാ? ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എടാ ഞാനൊരു ഭാഷ പറഞ്ഞത് ഇപ്പം ഞാൻ പറയുന്നില്ല. അവനെ അങ്ങനെ വിളിച്ചേ ഒക്കൂ. ആ തള്ളയും തന്തയും കഷ്ടപ്പെട്ടത് എനിക്കറിയാം. അതുകൊണ്ട് ഈ മുടിഞ്ഞവനെ അങ്ങനെ വിളിച്ചു ഞാൻ. ഇപ്പം നിങ്ങൾക്ക് ഇത് എന്നെ വിളിച്ചെന്ന് യോഗം കഴിയുമ്പോൾ പറയാം. ഞാൻ പറഞ്ഞെടാ, നിൻ്റെ തന്തയും തള്ളയും ഉണ്ടാക്കിയ സ്വത്തിൻ്റെ ആ റോഡ് സൈഡ് കിടക്കുന്ന 1 സെൻറ്റ് വിട്ടാൽ മതി, നിനക്ക് 5 ടിക്കറ്റിനുള്ള കാശ് കിട്ടും. നീ ഉണ്ടാക്കിയത് വിൽക്കണ്ട. നിൻ്റെ വെമ്പള 6 നേഴ്സ് അവിടതും വിൽക്കണ്ട. ആ തന്തയും തള്ളയും ഉണ്ടാക്കിയിട്ട വസ്തുവിൻ്റെ റോഡ് സൈഡ് കിടക്കുന്ന 1 സെൻറ്റ് വിറ്റാൽ
നിനക്ക് 5 ടിക്കറ്റിൻ്റെ പൈസ കിട്ടും. പിന്നെയും കുത്തിയിരിക്കുക. മുതുപാതിരായിക്ക് ടിക്കറ്റ് വില കുറവ് കിട്ടു വന്നു. അങ്ങനത്തെ അവന്മാരുണ്ട്. ഉണ്ടെന്ന്. ഭാര്യയുടെ അമ്മ മരിച്ച അവൻ അന്നേരം എവിടെ വരും? അവൻ്റെ അമ്മ മരിച്ച മിണ്ടുന്നില്ല. എന്നെ എല്ലാവരും ഒരു പോട്ടെ, നമുക്ക് വിഷയം വിട്ടേക്കാം. യാക്കോബിൻ്റെ അമ്മ റിബേക്ക മരിച്ചപ്പോൾ അടക്കാനൊത്തില്ല, വരാനൊത്തില്ല. അപ്പോൾ യാക്കോബ് ചോദിച്ചു, എൻ്റെ അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ ഒടുവിലത്തെ സമയം ആരായിരുന്നു ശുശ്രൂഷയൊക്കെ ചെയ്ത് അമ്മയെ ശുശ്രൂഷിച്ചത്, അമ്മയ്ക്ക് ഹെൽപ്പ്? അപ്പോൾ പറഞ്ഞു, അത് നിൻ്റെ അമ്മയുടെ കൂടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നടാ ഒരു രാത്രി. അപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അടക്കത്തിന് എനിക്ക് വരാനൊത്തില്ല, എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് ആ സഹോദരിയെ മരിക്കുമ്പോൾ ഞാൻ അടക്കിക്കോളാം. ആ അമ്മയെ ശുശ്രൂഷിച്ച സഹോദരിയുടെ പേരാണ് ദെബോര. അവൾ മരിച്ചപ്പോൾ യാക്കോബ് കൂടെ ഉണ്ട്. യാക്കോബ് അവളെ അടക്കി. എല്ലാം വായിക്കുന്നില്ല, 35:8 വായിച്ചു. ഉൽപ്പത്തി വായിരു. താളിഞ്ഞോട്ട് മറിക്കുമ്പം ഇടത്ത് വശത്ത് മേളിൽ ഇവിടെ ഉണ്ട്. റിബേക്കയുടെ ധാത്രിയായ ദെബോര അവിടെ ലപ്പീദോത്തിന്റെ ഭാര്യ ദെബോര ഇരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ റിബേക്കയുടെ ധാത്രിയാകുന്ന ദെബോര മരിച്ചു. അവളെ യാക്കോബ് അടക്കി. പിജില വൃഷവനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിന് കീഴിലാണ് ലപ്പീദോത്തിന്റെ ഭാര്യ ദെബോര ഇരുന്ന് ന്യായവാണ്. ഇടയ്ക്കത്തെയല്ല ഞാൻ പറയുന്നില്ല, അങ്ങ് വിടുക, ദൈവത്തിന്റെ മഹത്വം. ചുരുക്കി പറഞ്ഞാൽ സീസരയുമായുള്ള യുദ്ധത്തിൽ സീസരയെ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദൂത് പറഞ്ഞപ്പോൾ ബാരാക്ക് പറഞ്ഞ അമ്മാമ്മയും കൂടെ വരണം. അങ്ങനെ കൊണ്ടുപോയി. ഈ പോകാനായിട്ട് എല്ലാവരും ഈ യുദ്ധത്തിന് പോയില്ല. മിടുക്കന്മാരും പ്രഗത്ഭന്മാരും കഴിവുള്ളവരും ശ്രേഷ്ഠന്മാരാരും പോയില്ല. പോയതിൽ സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി വേറെ ആരും പോയില്ല. പോകാത്ത ലിസ്റ്റുണ്ട്. 13-ാം വാക്യം മുതൽ വായിച്ച 5:13. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിത്തവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്ന വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. പിന്നെ എബ്രഹീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ മാഗീരിൽ നിന്ന് അധിപന്മാരും സെബുലൂനിൽ നിന്ന് നായക ദണ്ഡധാരികളും വന്നു. പിന്നെ ഇസഖാർ പ്രഭുക്കന്മാർ ദെബോരയോടുകൂടെ താഴ്വരുന്നവനോട് ചാടി പുറപ്പെട്ടു. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മന്നനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടിലൂത്ത് കേൾക്കുവാൻ നീ തൊഴുത്തുകൾക്കിടയിൽ താമസിച്ചേ കിടക്കുന്നത് എന്ത്? വിരൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. അടുത്ത വാക്യം, ഗിലിയാദ് യോർദാനക്കരെ പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ തന്നെ എന്ത്? അടുത്തത്, ആശേരെ സമുദ്ര തീരത്തെ അനങ്ങാതിരുന്നു. അടുത്തത്, സെബുലൂൻ പ്രാണനെ ത്യജിച്ച നഫ്താലി. അടുത്തത്, രാജാക്കന്മാർ വന്ന് പൊരുതു. താനാക്കിൽ വെച്ച് മെഗിത്തോ വെള്ളത്തിനിരികെ പൊരുതി. വെള്ളി അങ്ങവർക്ക് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം, കനാന്യ പ്രഭുക്കന്മാർ പൊരുതി. നക്ഷത്രങ്ങൾ കൊള്ളയായി. നക്ഷത്രങ്ങൾ പൊരുതിയവ നക്ഷത്രങ്ങൾ പൊരുതിയവ സീതരയുമായി സുഗതികളിൽ പൊരുതി. അടുത്ത വാക്യം, കീശോൻ തോട് പുരാതന നദി ഞാൻ കീശോൻ തോട് തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. അന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അടുത്ത വാക്യം, അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു. നിർത്തിക്കേ, ഇത് ഓരോ വാക്കും എടുത്ത് വ്യാഖ്യാനിച്ച് പറയണതിന് മുതിരുന്നില്ല. അപ്പം ആരൊക്കെ പോയി, ആരൊക്കെ പോയില്ല, പോയവരെങ്ങനെ ഇരുന്നു, പോകാത്തവരെങ്ങനെ, ഇതൊക്കെ അവിടുത്തെ വിഷയം. ഈ യുദ്ധം അങ്ങോട്ട് മുറുകിയപ്പോൾ ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടമാണോ കൂടുതൽ, മുതലാണോ? കൂടുതൽ മുതലാണോ ശിഷ്ടമാണോ? മുതലാ. അപ്പം മുതലുള്ള ഒരെണ്ണം വന്നില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശിഷ്ടമേ വരുവുള്ളൂ. മുതലുള്ള അവർ ഞായറാഴ്ച വരുവുള്ളൂ. നമ്മൾ പറയും സഭയ്ക്കൊരു മുതലാ കേട്ടോ, പക്ഷെ വരികയല്ല. സഭയുടെ മുതലല്ലടാ, മുതലയാ.
ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് ശിഷ്ടമാ. ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടം. ശിഷ്ടം കുറച്ചേ ഉള്ളൂ, കുറച്ചേ വരുവുള്ളൂ. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, വേണ്ട വേണ്ട, എന്തിനാ അലോക്യം വേണ്ട. ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്ന വീരന്മാരുടെ മധ്യേ ഇത് ദൈവം ഇറങ്ങി വന്ന യുദ്ധമാണ്. ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന യുദ്ധമാണ്. ദൈവം ഇറങ്ങി വന്ന യുദ്ധത്തിന് മിടുക്കന്മാരും വന്നില്ല. ആശേർ വന്നു അനങ്ങാതിരിക്കുക. ദാന് അവനും വലിയ ഗുണമൊന്നുമില്ല. സ്തോത്രം. മിടുക്കന്മാരും വന്നില്ല, സേട്ടന്മാരും വന്നില്ല, ഉന്നതന്മാരും വന്നില്ല. പക്ഷേ നഫ്താലി സെബുലൂനും പ്രാണനെ ത്യജിച്ചു. അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് സാധാരണ യുദ്ധമല്ല, ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന യുദ്ധത്തിന് സെബുലൂനും നഫ്താലി മുന്നരേ വന്നു. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. അപ്പൊ സമയം തക്കത്തിൽ സെബുലൂനും നഫ്താലിയും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇതുപോലെ ദാവീദ് പെട്ടകം കൊണ്ടുവന്ന വേളയിൽ മിടുക്കന്മാരും പ്രഗത്ഭന്മാരും ഒക്കെ ഒഴിഞ്ഞും അകന്ന് നിന്നപ്പോൾ ദാവീദ് പൂർണ്ണ ശക്തിയോടെ മഞ്ഞുനൂലങ്കി കൊണ്ടുള്ള അങ്കി ധരിച്ച് പെട്ടകത്തിന് മുമ്പ് കുതിച്ച് നൃത്തം ചെയ്ത കൂട്ടത്തിൽ സെബുലൂനും നഫ്താലിയും ഉണ്ട്. ഒന്ന്, ഈ ആത്മീക യുദ്ധത്തിൽ ഇവർ രണ്ടുമുണ്ട്. രണ്ട്, ആരാധനയിൽ സഭായോഗത്തിൽ ഇവർ രണ്ടുമുണ്ട്. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇനി നിങ്ങളെ എടുത്ത് വായിക്കേണ്ട യോശുവയുടെ പുസ്തകമൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഇവർക്ക് അവകാശ ഭൂമി കൊടുത്തത് അത്ര നല്ല ഭൂമിയല്ല. പ്രാരംഭത്തിൽ ഇവർക്ക് കൊടുത്ത പട്ടണങ്ങളിൽ കൂടുതലും ഗലീലയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് ലഭിച്ചത്. ഗലീല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത്ര നല്ല സ്ഥലമായിട്ട് അംഗീകരിക്കുകയല്ല. വിദ്യാഭ്യാസം കുറഞ്ഞവർ, കഴിവില്ലാത്തവർ, വലിയ കുലീനതയില്ലാത്തവരൊക്കെ ആ ഗലീലയിൽ. അതുകൊണ്ടാണ് 120 പേര് കൂടി അന്യഭാഷ പറഞ്ഞപ്പം വന്നവർ ചോദിച്ചു, ഇവരെല്ലാം ഗലീലക്കാരല്ലയോ എന്ന്. അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവരെല്ലാം ഞങ്ങൾ വലിയ പുള്ളിക്കാരാണ്, മറുഭാഷയൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ ഈ സഭയിലാണെങ്കിലും ഞങ്ങളാ വലിയ പുള്ളിക്കാർ, ഞങ്ങളങ്ങനെ അനങ്ങുന്നില്ലെന്നേ. ഞങ്ങളല്ലെങ്കിലും ഓരോ യോഗത്തിനും അങ്ങനെ അനങ്ങാറില്ലല്ലോ. പിന്നെ 3 ആഴ്ച മുമ്പൊന്ന് അനങ്ങിയായിരുന്നു. ഇവര് ഗലീലക്കാരാ, വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോഴും കൂടുതലും ഗലീലക്കാരെയാണ്. ഈ ഗലീലയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ അത്ര നല്ലതല്ല. ഇതിന് വേറൊരു ചരിത്രം. ദാവീദിന്റെ മകനാകുന്ന ശലോമോൻ ദൈവാലയം പണിതു. ആലയവും അരമനയും 10-20 കൊല്ലം കൊണ്ട് പണിതു. അപ്പൻ്റെ സ്നേഹത്തിന് ഹീരാമിനോട് തടിയും ചോദിച്ചു. ഹീരാം പറഞ്ഞു തടി എടുത്തോളാൻ പറഞ്ഞു. തടിയെല്ലാം എടുത്തു. അപ്പോൾ ആലയം നല്ല മനോഹരമായി പണിത് കഴിഞ്ഞപ്പോൾ ഈ ശലോമോൻ തടി തന്ന ഹീരാമിന് ഒരു 20 പട്ടണം കൊടുത്തു. 20 പട്ടണം. അത് അത്ര നല്ല പട്ടണമൊന്നുമല്ല, അത്ര നല്ലതല്ല. ആ പട്ടണം കിട്ടിക്കഴിഞ്ഞ് ഹീരാം ഇതെല്ലാം ഒന്ന് കാണാൻ വന്നപ്പോൾ അത്ര നല്ലതല്ല. അപ്പം ഹീരാം ചോദിച്ചു, എന്തുവാണ് ഇങ്ങനെയാണോ അവിടെ തരുന്നത്? വായിച്ചേ 10-ാം വാക്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. വലത്ത് ഭാഗത്ത് കണ്ണിക തുടങ്ങുന്നിടത്ത് ശലോമോൻ യഹോവയുടെ ആലയം 20 കൊല്ലം കൊണ്ട് പണിതേച്ച് പുള്ളിക്ക് 20 പട്ടണവും കൊടുത്തു. അടുത്ത വാക്യം. പുള്ളി ഇഷ്ടം പോലെ കൊടുത്തു. ഇവൻ വലിയ സൂത്രക്കാരനാണ്. അടുത്തത് 20 ഗലീലാദേശത്താ കൊടുത്തത്. 20 പട്ടണം. ഈ 20 പട്ടണം അത്ര നല്ലതൊന്നുമല്ല. അപ്പൊ ഹീരാം ഈ പട്ടണമൊക്കെ ഒന്ന് കാണാൻ വന്നു. പുള്ളി ഇഷ്ടം പോലെ തടി കൊടുത്തതാ. ചിലക്ക് കൊടുക്കാൻ അറിയത്തില്ല, മേടിക്കാൻ. അയ്യോ, അവൻ്റെ പോക്കറ്റിരിക്കുന്ന കാശ് നമ്മുടെ പേഴ്സിൽ വരുന്ന അത്ര വിദ്യ ഇറക്കിക്കളയും. നമ്മുടേത് കൊടുക്കുകയല്ല. തൂമ്പായുടെ ഊരാ. ഞങ്ങളുടെ നാട്ടിലൊരു തൂമ്പായുണ്ട്. അതിന് പേര് കുളന്തോണ്ടി തൂമ്പ എന്നാ. അത് ഇങ്ങോട്ടല്ലിരിക്കുന്നത്, അങ്ങോട്ടാണ്. കണ്ടിട്ടില്ല. ഇവിടെ എൻ്റെ ഭാഷ എന്നാന്ന് എനിക്കറിയാൻ മേല. നമ്മുടേതെല്ലാം പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം അത് കാണുന്നില്ല. അത് കുളന്തോണ്ടി തൂമ്പ എന്നാ. അത് അങ്ങോട്ടായിരിക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ. നമ്മുടെ ഇരിക്കുന്നത്
എന്നാ എല്ലാവരും ചിലർക്ക് മേടിക്കാൻ നല്ല വിരുദ, കൊടുക്കാൻ അറിയത്തില്ല. ശലോമോൻ അങ്ങനത്തെ ഒരു വലിയ മിടുക്കനാ. അതെ, വലിയ മിടുക്കനാ. ഇവൻ 20 പട്ടണം കൊടുത്തു. ആ പട്ടണം കാണാൻ പുള്ളി പറഞ്ഞപ്പോൾ അത്ര നല്ലതല്ല. ഓടിച്ചു വായിച്ചോ. സോരിൽ നിന്ന് വന്നു. പുള്ളി ബോധിക്കുന്നതല്ലോ കൊടുത്തെന്ന് പേരും. ചില വീട്ടിലൊക്കെ പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? കൊടുത്തെന്ന് പേരും. എന്നാ കഴിച്ചവന് ഗുണമൊന്നുമില്ല. ഒന്നും അറിയാമല്ലോ, എല്ലാം പമ്മിയിരിക്കുക. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല, നിർത്തുക. എന്തിനാ അധികം പറഞ്ഞിട്ട് കാര്യവുമില്ല. പുള്ളി ചോദിച്ചു, സ്നേഹിത സഹോദര, അയ്യോ ഇതെന്നാ പട്ടണം ഇങ്ങനെയാണോടാ തരുന്നത്? കൊടുക്കുമ്പോൾ വൃത്തിയായിട്ട് കൊടുക്കണ്ടായോ? ഇങ്ങനെയൊക്കെയാണോ? കളിപ്പിക്കുകയാണോ? പിന്നെ കാബൂൽ ദേശം, ഇരുണ്ട ദേശം, അന്ധതയുള്ള ദേശം. അതാ യെശയ്യാ 9. വായിച്ചോ, പെട്ടെന്ന് വായിച്ച് നിർത്താം. യെശയ്യാ 9 വായിര്. ഇരുട്ടിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടത്. വായിര്, പെട്ടെന്ന് വായിക്ക്. ഇതിനകത്ത് എന്തൊക്കെ മുഴുവൻ പ്രസംഗവിഷയോ. അത് നിവർത്ത് വെക്കാം, അങ്ങനെ മടക്കി വെക്കാതെ. വായിക്ക്. അപ്പൊ ഇത് കഷ്ടതയുള്ള ദേശം, തിമിരമുള്ള ദേശം. പിന്നെ അടുത്തത് ഹീനത. എല്ലാം എടുക്കുന്നില്ല. കഷ്ടത, തിമിരം, ഹീനത. ഇത് കാബൂൾ ദേശം, ഗലീല പ്രദേശം. ഇതാണ് ഇവർക്ക് അവകാശമായി കിട്ടിയത്. എന്നാൽ ഈ നഫ്താലിയും സെബുലൂനും ഇടംബലം നോക്കാതെ ദൈവത്തെ ആരാധിച്ചു. ഇടംബലം നോക്കാതെ പൂർണ്ണശക്തിയോടെ സഭായോഗത്തിൽ സംബന്ധിച്ച് പെട്ടകത്തിന് മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്തു. അതുകൊണ്ട് സംഭവിച്ചത് വിസ്തരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ കന്നിപ്രസംഗം സെബുലൂന്റെ നഫ്താലിന്റെ അതിരില്ല. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആ കാര്യം മത്തായി രേഖപ്പെടുത്തി വായിച്ച് അവസാനിപ്പിക്കുക. മത്തായി 4:12 മുതൽ വായിച്ചേ. അത് തന്നെ സെബുലൂൻ നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഈ ദേശത്ത് വന്നു എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ഈ ദേശത്ത് വന്നപ്പോൾ തിമിരം മാറി, ഇരുട്ട് മാറി, ഹീനത മാറി, അന്ധകാരം മാറി. കാരണം അവിടുന്ന് സർവ്വ വെളിച്ചം. സാക്ഷാൽ വെളിച്ചമാകുന്നവന്റെ കന്നിപ്രസംഗം സെബുലൂന്റെ നഫ്താലിന്റെ അതിരില്ല എന്ന് പറഞ്ഞാൽ, നീ ഇടംബലം നോക്കാതെ ദൈവത്തെ ആരാധിച്ചാൽ, നീ ശ്രേഷ്ഠന്മാരുടെ പക്ഷം പിടിക്കാതെ യഹോവയുടെ പക്ഷത്ത് നിന്നാൽ, നിന്റെ ഹീനത മാറ്റി, അന്ധകാരം മാറ്റി, തിമിരത്തെ മാറ്റി പ്രകാശപൂരിതമാക്കുവാൻ കഴിവുള്ളവനാണ് നസറായനാകുന്ന യേശു. ഒരു കാര്യത്തോട് അങ്ങ് പറയാം. ഹീരാം എന്ന് പറഞ്ഞാൽ കാശുള്ളവനാ. ഹീരാം എഴുത്തുകാരനാന്നാ വായിക്കുന്നത്. അങ്ങനെ എഴുതിയത് സോർ രാജാവായ, എൻ്റെ ഭാഷ പറഞ്ഞ ഗത്യന്തരം ഗതിയില്ലാത്തവനല്ല. സങ്കീർത്തനം 45 സോർ നിവാസികൾ കാശുള്ളവനാ. ഗതിയും ഗത്യന്തരം ഇല്ലാത്തവനല്ല. സോർ നിവാസികൾ ദേശത്തിലെ അവനാ. ഒപ്പിച്ച് 20 പട്ടണം പുള്ളി. ശലോമോൻ ആരാ? ഭയങ്കര ജ്ഞാനിയാ. ഭിത്തിയിലെ ഈസോപ്പ് ചെടി മുതൽ ദേവദാരുവിൻ്റെ വരെ കാര്യം അറിയാവുന്നതാണ്. ജ്ഞാനിയാ എന്ന് പറഞ്ഞാൽ, ഹീരാമിൻ്റെ ധനം കൊണ്ടോ ശലോമോന്റെ ജ്ഞാനം കൊണ്ടോ ഈ ഹീനതയും തിമിരവും മാറ്റാൻ ഒത്തില്ല. എന്നാൽ ഇവിടെ ആ ശലോമോനേക്കാളും വലിയവൻ, യോനയിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, എന്റെ ഭാഷ ഹീരാമിനേക്കാൾ വലിയവൻ. ഇന്ന് രാത്രി നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ ബലഹീനത മാറ്റി, ഹീനത മാറ്റി, തിമിരത്തെ മാറ്റി ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. സമയം തക്കത്തിൽ ഉപയോഗിച്ച് ഒരു 5 കൂട്ടം കാര്യവും കൂടെ പറയാനുണ്ട്. അത് ഇന്നില്ല. ഇപ്പം ഗുണവാങ്ങാനെന്ന ഇത്രയും പോരെ അമ്മാമേ?
മറ്റേ 5 പോയിന്റ് ഇപ്പൊ പറയണ്ടല്ലോ, പിന്നെ ഒരിക്കൽ കേൾക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഉഴപ്പരുത്, അലസരാകരുത്, ഉദാസനതയോടെ വേല ചെയ്യരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാളെ നമുക്ക് കിട്ടുമോ എന്ന് ആരറിഞ്ഞു? ഈ ആഴ്ച കിട്ടുമോ എന്ന് ആരറിഞ്ഞു? ദൈവം എല്ലാവർക്കും ദീർഘായുസ് തരട്ടെ, എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. അവൻ ജീവിക്കുന്നിടത്തോളം കാലം, ആയുസുള്ളിടത്തോളം കാലം കർത്താവിനെ സേവിപ്പാൻ, ആരാധിപ്പാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഓ യാത്ര ചെയ്യൂ ഞാൻ ക്രൂശെ നോക്കി, യോദ്ധം ചെയ്യുന്ന യേശുവിനാ ജീവൻ വെച്ചിടൂ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. ജീവൻ വെച്ചിടൂ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. കാലം കഴിയുന്നു നാളുകൾ, ഓ കർത്താവിൻ വരവ് സമീപമായി. കാലം കൈയടിച്ച് ചേർന്ന് ഈ കർത്താവിൻ വരവ് മായി മഹത്വനാമത്തെ ഓ ശക്തീകരിക്കാൻ ആത്മാവി. ഓ മഹത്വനാമത്തെ കീർത്തിപ്പാൻ യാത്ര ചെയ്യൂ ക്രൂശെ നോക്കി, യോദ്ധം ഞാൻ യേശുവിനാ ജീവൻ അന്ത്യശ്വാസം വരെയോ. ജീവൻ വെച്ചി അന്ത്യശ്വാസം യേശുവിനാ ജീവൻ സംഭാരയോ. ജീവൻ ഓ രിപികമലപടബല ധിരിപികമലപട ജീവൻ വെച്ചി രക്ഷകനായ അന്ത്യശ്വാസയോ. ജീവൻ വെച്ച് ഓ ശമനപടബല ധിരിപികമലപടബല ധിരിപികമലപടബല വീരവ ചൈതൽകമലപടബല വീരിമി കമലപടബലപടബല ധിരിപികമലപടബല അന്തല ജലാതര വൈഡപ്രപടബലപട ഓ റീവലപടബലപദ ലവടി വിരി വിരി കൂടമാല വൈഡമാല വേലമാല വൈഡമാല വൈഡരാജ അർദ്ധവേരി വൈദരാജ വൈഡലേ വീതലക്ഷ ദൂടമാല വീരമാല വൈഡമാല വേലമാല വൈഡമാല ബി സി 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 വീരമാല ബല ബല ബി 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 വീരമാല ബല ബല ബിരി ബിരി ബി കസി വീരമാല ബല ബല ബി 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 ബല 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 ബിരി ബിരി ബി കബല കൂടമാല ബല ബല ബി ബി സി സി ബി 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 ബല 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 കൂടമാല ബല ബല ബി 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 വീരമാല ബല ബല ശൈദല ജലല ഓ രിപികമലപടബല ധിരിപികമലപടബല കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്ന് പകലും വൈകിട്ട് കൂടെ മനുഷ്യ സൂക്ഷിപ്പാൻ ദൈവം കൃപ നൽകി. ക്ഷണിച്ച കർത്തദാസനും മാന്യ സഭയ്ക്ക് നന്ദി. പ്രാർത്ഥനയിൽ എളിയവനെ കുടുംബത്തെ ശുശ്രൂഷകളെ ഓർക്കണമെന്ന് വീണ്ടും എല്ലാവരോടും അപേക്ഷിച്ച് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിന്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.